عليكم ورحمة الله وبركاته. الحمد لله رب العالمين ولا عدوان إلا على الظالمين وأشهد أن لا إله إلا الله وحده لا شريك له رب السماوات والأرضين ورب العالمين وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. لا حول ولا قوة إلا بالله حسبنا الله ونعم الوكيل. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഇവിടെ വച്ച് പറയാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന വിഷയം റുഖിയ ശർഈയ, ദീനുൽ ഇസ്ലാമിൽ അനുവദനീയമായ മന്ത്രം, അതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ മാത്രമാണ്. ഈ വിഷയത്തിൻ്റെ അരുവും മുക്കും അടുപ്പിച്ചുകൊണ്ട് പറയാ എന്നുള്ളത് ഒരിക്കലും എന്നെ സംബന്ധിച്ച് അത് സാധ്യമല്ല. വിശാലമായ വിഷയമാണ്. അതിന് ചിലപ്പോൾ നമുക്കിവിടെ അനുവദിക്കപ്പെടുന്ന സമയം മതിയാവുകയുമില്ല. എങ്കിലും സൂചന എന്നുള്ള നിലക്ക് അതിലേക്ക് നമ്മുടെ സഹോദരങ്ങളുടെ, സഹോദരിമാരുടെ ചിന്തകളെയും ബുദ്ധികളെയും ക്ഷണിക്കുക എന്നുള്ള, അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ സഹോദരങ്ങൾക്ക് നമ്മൾ കഴിയുന്ന സഹായങ്ങൾ, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഈ ലോകത്ത് അവൻ അനുഭവപ്പെടുന്ന ഏതേത് പ്രയാസങ്ങളാണെങ്കിലും, ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള ഏത് ബുദ്ധിമുട്ടുകളാണെങ്കിലും അതിന് വ്യക്തമായ ലളിതമായ പരിഹാരങ്ങളുണ്ട് എന്നുള്ള ആ ഒരു സന്തോഷ വാർത്ത ഉണർത്തുകയും മുഅ്മിനീങ്ങളായ ആളുകളുടെ മനസ്സിൽ സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രകാശത്തിൻ്റെ കിരണങ്ങൾ അത് വളർത്തിക്കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക എന്ന ഭാഗത്തിൽ കൂടെയാണ്. റുഖിയ ശർഈയ എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിൽ അനുവദനീയമായ മന്ത്രം. റുഖിയ എന്ന് പറഞ്ഞാൽ മലയാളത്തിന് അതിന് മന്ത്രം എന്ന് അർത്ഥം പറയാവുന്നതാണ്. ഈ വിഷയത്തിൽ ഏറ്റവും ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലുള്ള ആളുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വിഷയത്തിൽ ആളുകൾ ഏകദേശം 3 വിഭാഗക്കാരായി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിലുള്ള ഒരു വിഭാഗം ആളുകൾ, ഒരു പക്ഷേ ഭൂരിപക്ഷം അവരാണ് എന്ന് അവകാശപ്പെടുന്ന ഖുറാഫികൾ, ദീനുൽ ഇസ്ലാമിൽ യാതൊരു ബെല്ലും ബ്രേക്കുമില്ലാതെ പരിശുദ്ധ ഖുർആനിൻ്റെയോ സുന്നത്തിൻ്റെയോ മുൻഗാമികളായ സലഫുകളുടെ മാർഗനിർദ്ദേശത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ലാതെ തോന്നുന്നത് അവരുടെ ബുദ്ധിക്കും യുക്തിക്കും ഇച്ഛകൾക്കും താല്പര്യങ്ങൾക്കും യോജിച്ചതനുസരിച്ച് ജൂതനസാറാക്കൾ, ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരുടെ ദീനിനെ എങ്ങനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തു കൈകാര്യം ചെയ്തുവോ അതുപോലെ കൈകാര്യം ചെയ്യുന്ന ഖുറാഫികളായ, ഖുബൂരികളായ, ഖബറാരാധകരായ ആളുകൾ, അവർ എല്ലാ വിഷയത്തിലും ദീനിൻ്റെ വിഷയങ്ങളിലൊക്കെ കൈകടത്തലുകളും മാറ്റത്തിരുത്തലുകളും വരുത്തിയതുപോലെ ഈ പറയുന്ന റുഖിയൻ്റെ കാര്യത്തിലും അവരത് ചെയ്തിട്ടുണ്ട്. നല്ലതും ചീത്തയും കൂട്ടിക്കലർത്തിക്കൊണ്ട് അവരത് സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വളരെ പേരും പ്രശസ്തിയുള്ള അഹ്ലു ബൈത്തുകൾ, തങ്ങന്മാരി എന്ന് പറയുന്ന ആളുകളൊക്കെ പ്രയാസങ്ങളുമായി അവരെ സമീപിക്കുന്ന ആളുകൾക്ക് റുഖിയയാണ്, മന്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ചികിത്സയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലതും തെറ്റായ പലതിലേക്കും അവരെ നിർദ്ദേശിക്കുന്നുണ്ട്, ഉപദേശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനൊരു വിഭാഗം ആളുകൾ. മറ്റൊരു വിഭാഗം ആളുകൾ ബുദ്ധികളെയും അവരുടെ യുക്തികൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അഖ്ലാനികൾ, ഇസ്ലാഹി പ്രവർത്തകർ എന്ന് പറയുന്ന ഈജിപ്തിലുണ്ടായിരുന്ന മുഹമ്മദ് അബ്ദു ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന് പറയാൻ പറ്റില്ല, ജമാലുദ്ദീൻ ഈറാനി എന്ന് പറയപ്പെടുന്ന ആ മനുഷ്യൻ്റെ അവരുടെ ഉത്ബോധനങ്ങൾ, അതിൻ്റെ മുരട്ടേക്ക് പോകുകയാണ് എന്നുണ്ടെങ്കിൽ ഫഖ്റുദ്ദീൻ റാസി പോലത്തെ അശ്അരിയത്തിൻ്റെയും ഇൽമുൽ കലാമിൻ്റെയും മുഅ്തസിലി വാദങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത, കിതാബിനും സുന്നത്തിനും പരിഗണിക്കാതെ ബുദ്ധിയെയും യുക്തിക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോയ ആളുകളുടെ ഗ്രന്ഥങ്ങൾ അവലംബിച്ചുകൊണ്ട് ദീന് മനസ്സിലാക്കിയ അഖ്ലാനികൾ, ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത ആളുകൾ, അങ്ങനത്തെ ഇസ്ലാഹി പ്രവർത്തകർ, അവർ ഈ പറയുന്ന റുഖിയ ശർഈയ അതിനെ അവർ പരിഗണിക്കുന്നില്ല. പലരും അത് നിഷേധിക്കുന്നവരാണ്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നവരാണ്. റുഖിയ ശർഈയ അത്യാവശ്യമായി വരുന്നത് സിഹ്ർ, ഉയൂന്, കണ്ണേറ്, അസൂയ പിടിപെട്ടത്,
പിശാചിൻ്റെ ഉപദ്രവങ്ങൾ പോലത്തെ കാര്യങ്ങൾ അവർ പറയുന്നത് ഈ കാര്യങ്ങൾക്കൊരു യാഥാർത്ഥ്യം ഇല്ലാതൊരു തോന്നലുകളാണ് എന്നുള്ളത്. ശേഷം അത് നമ്മൾ ചെറിയ നിലക്ക് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളില്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന മന്ത്രങ്ങൾക്കും ഇതിനും പ്രസക്തിയില്ല താനും. നമ്മുടെ മുന്നിലുള്ള മരുന്നുകളും സംവിധാനങ്ങളും ഈ കാര്യങ്ങൾ മതി ഒരു മനുഷ്യന്. പരിഹാരങ്ങൾ ഭൗതികമായി അവൻ്റെ മുന്നിലുള്ള പരിഹാര മാർഗങ്ങൾ മതി എന്ന് പറയുന്നവരാണവർ. ഒറ്റപ്പെട്ട ആളുകളിൽ പക്ഷേ അതിന് എതിരായവരും ഉണ്ടായേക്കാം. മൂന്നാമത്തെ വിഭാഗം സലഫികളാണ്. നമ്മുടെ നാട്ടിൽ സലഫിയത്ത് മനസ്സിലാക്കി വന്ന സഹോദരന്മാരുടെ പലരുടെയും അവരുടെ മുന്നിലുള്ള അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഈ അഖലാനിയൻ ചിന്താഗതികൾക്ക് ധാരാളം സ്വാധീനമുള്ള ആളുകളാണ്. ഇങ്ങനത്തെ അധ്യാപനങ്ങൾ പലപ്പോഴും അവർ കേട്ടിട്ടുണ്ടാവുകയില്ല. അതിൽ കേട്ടാൽ തന്നെ ഒറ്റടിക്കത് മനസ്സിൽ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പരിതാപകരമായ അവസ്ഥയുമായിരിക്കും. മനുഷ്യൻ്റെ സ്വഭാവവും സ്ഥിതിയും അങ്ങനെ തന്നെയാണ്. പക്ഷേ ലോകത്തുള്ള സലഫികൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ സലഫികൾ, അവർ ഏത് കാര്യത്തിലും മധ്യ നിലപാട് സ്വീകരിക്കുന്നത് പോലെ ഈ വിഷയത്തിലും അവർ മധ്യമമായ നിലപാടിലാണ്. പരിശുദ്ധമായ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും സലഫു സാലിഹ്യങ്ങളുടെ മൻഹജിലും അവർ മനസ്സിലാക്കിയ ഫഹമിലും ഏതൊക്കെ കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തമായ തെളിവുകളും രേഖകളുമുണ്ടോ അതിനോട് പിൻപറ്റുന്നത് പോലെ ഈ വിഷയത്തിൽ മുൻഗാമികൾ ഖുർആൻ സുന്നത്തിൻ്റെ വെളിച്ചത്തിലെടുത്ത നിലപാടുകളുടെ പിന്നിലാണ്. അഥവാ ദീനുൽ ഇസ്ലാമിൽ അനുവദനീയമായ പ്രോത്സാഹനജനകമായ ഉപകാരപ്രദമായ മന്ത്രം ഉണ്ട്. അതിൻ്റെ പേരിൽ പരിശുദ്ധ ഖുർആനിലും റസൂലിൻ്റെ സുന്നത്തിലും. അതങ്ങനെ മനസ്സിലാക്കിയ മുൻഗാമികളായ ആളുകൾ, പ്രവാചകന്മാർ മുതൽ മുൻഗാമികളായ ആളുകളുടെ പ്രവർത്തനങ്ങൾ, അതിനോട് പിന്തുടർന്ന വ്യക്തമായ ചിത്രങ്ങളുമുണ്ട്. സലഫികൾ അതുകൊണ്ട് തന്നെ ശർഈയായ റുഖ്യ ഉണ്ട്, അതിന് തെളിവുമുണ്ട്. അതുകൊണ്ട് മനുഷ്യർക്ക് വമ്പിച്ച ഫലങ്ങളും ഫായിദകളും നേട്ടങ്ങളുമുണ്ട് എന്നുള്ളതാണ് ആ വിഷയത്തിലുള്ള നിലപാട്. റുഖ്യ എന്ന് പറയുന്നത് ഇബ്നുൽ അസീർ റഹ്മത്തുള്ളാഹി അലൈഹി റഹിമഹുല്ല പറഞ്ഞു, റുഖ്യ എന്ന് പറഞ്ഞാൽ അൽ ഊദത്തു അല്ലത്തി യുർഖാ ബിഹാ സാഹിബുൽ ആഫ കൽ ഹുമ്മ വസ്സർഇ വഗൈരി ദാലിക മിനൽ ആഫാത്ത്. റുഖ്യ എന്ന് പറഞ്ഞ മന്ത്രം, മലയാളത്തിൽ നമുക്ക് ഇതിന് ഭാഷയിൽ അർത്ഥം പറയാൻ കഴിയും. ആ പറയുന്ന മന്ത്രങ്ങൾ അതുകൊണ്ട് മന്ത്രിക്കപ്പെട്ടാൽ വിപത്തുകളിലും ദുരിതങ്ങളും അകപ്പെട്ട ആളുകൾക്ക് ആശ്വാസം ലഭിക്കും. പനിയോ അതല്ലെങ്കിൽ ബോധക്ഷയമോ അതല്ലാത്ത മറ്റുള്ള വിപത്തുകളും ദുരിതങ്ങളും. ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു, റുഖ്യ എന്ന് പറയുന്നത് കലാമുൻ യസ്തശ്ഫാ ബിഹി മിൻ കുല്ലി ആരിൽ. ഒരു മനുഷ്യൻ അവന് പിടിപെട്ട ഏതൊക്കെ ദുരിതങ്ങളും വിപത്തുകളുമുണ്ടോ അതിന് മുഴുവനും ആശ്വാസം തേടാൻ പറ്റുന്ന സംസാരം, അതിനാണ് റുഖ്യ എന്ന് പറയുന്നത്. ഖറാഫി, ഇമാം ഖറാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, റുഖ്യ എന്ന് പറഞ്ഞാൽ അൽഫാദുൻ ഖാസ, പ്രത്യേകമായ ചില വചനങ്ങൾ. യഹ്ദുസു ഇൻദഹ ശിഫാഉ, അത് പാരായണം ചെയ്യുമ്പോൾ ഉരുവിടുമ്പോൾ ശമനങ്ങൾ, ആശ്വാസങ്ങൾ ലഭിക്കും ആളുകൾക്ക്. മിനൽ അസ്ഖാമി വൽ അദ്വാഇ വൽ അസ്ബാബിൽ മുഹ്ലിക, മനുഷ്യനെ നശിപ്പിക്കുന്ന വിപത്തുകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, അസുഖങ്ങളിൽ നിന്ന്. മിൻഹാ മാ ഹുവ മശ്റൂഉൻ, അനുവദനീയമായതുണ്ട്. അതാണ് റുഖ്യ ശർഈയ കൊണ്ട് ഉദ്ദേശിച്ചത്. കൽ ഫാത്തിഹത്തി വൽ മുഅവ്വിദതൈൻ, കഴിഞ്ഞ ഈ പറയുന്ന ചൊവ്വാഴ്ചത്തെ ദർസിൽ ചിലത് അതിൽ നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഫാത്തിഹ സൂറത്ത്, മുഅവ്വിദതൈൻ പോലത്തത്. അതിൽ നിന്ന് ശർആക്കപ്പെടാത്തതുണ്ട്. ഖുറാഫികൾ ധാരാളം ഉപയോഗിക്കുന്നത് ആ രൂപത്തിലുള്ളതാണ്. താൻ അനുവദനീയമല്ലാത്ത പലതുമാണ് അവർ ഖുറാഫികൾ, ഈ പറയുന്ന കുബൂരികൾ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പം ഇതാണ് അനുവദനീയമായതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുള്ള പറഞ്ഞു, അർ-റുഖ്യത്തു ശർഈയത്തു തതളമ്മനു ദുആ. ശർഈയായ റുഖ്യ മന്ത്രം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ദുആക്ക് ദീനുൽ ഇസ്ലാമിലുള്ള സ്ഥാനം അദ്ദുആഉ ഹുവൽ ഇബാദ. ശരിയായ ശർഈയായ റുഖ്യ ഒരു മനുഷ്യൻ നടത്തുക എന്ന് പറഞ്ഞത് അവൻ മഹത്തായ ഇബാദത്ത് നിർവഹിക്കുന്നവനാണ്. അള്ളാഹുവിനോട് അവൻ അകപ്പെട്ട ദുരിതത്തിൽ നിന്ന് അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് റുഖ്യ നടത്തി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് ശമനവും ആശ്വാസവും ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യൽ. എന്നാൽ റുഖ്യ എന്ന് പറഞ്ഞാൽ വെറും ദുആ മാത്രമല്ല, ലാകിന്നഹ അഅമ്മു മിൻ മുജറദി ദുആ. ദുആവും അതല്ലാത്തത് പരിശുദ്ധ ഖുർആനിലുള്ള പാരായണങ്ങൾ അതിൽപ്പെട്ടതാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ഫാത്തിഹ, മുഅവ്വിദതൈൻ, ആയത്തുൽ കുർസി, ആമനർ റസൂലു പോലത്തെ, സൂറത്തുൽ ബഖറ പോലത്തെ അതുകൊണ്ട്. അപ്പോൾ വെറും ദുആ എന്ന് മാത്രം പറയാൻ പറ്റൂല. ശർഈയായ റുഖ്യ എന്ന് പറയുന്നത് ഹുവ ത്വലബുൽ ആഫിയത്തി മിനല്ലാഹി തആല, അള്ളാഹുവിൽ നിന്ന് ആശ്വാസത്തിന് തേടുക എന്നുള്ളത്. ഇത്ര മഹത്തായ ദുആ പിന്നേതാ? ഇത്ര മഹത്തായ ഇബാദത്ത് പിന്നേതാ? ഒരു മനുഷ്യൻ അവൻ അകപ്പെട്ട ദുരിതത്തിൽ അള്ളാഹുവിലേക്ക് അഭയം തേടുക എന്ന് പറയുന്നതിലേറെ മുഅ്മിനായ മനുഷ്യനുള്ളത് പിന്നെ എന്താണ്? അതാണ് റുഖ്യ ശർഈയുടെ സ്ഥാനം, അതിൻ്റെ ശ്രേഷ്ഠത. അള്ളാഹുവിൽ നിന്ന് ആഫിയത്തിന് തേടുക.
മിനൽ അംറാദി അല്ലാഹിറത്തി വൽ ബാത്തിന, ശാരീരികമായി അതല്ലെങ്കിൽ പ്രത്യക്ഷത്തിലുള്ള ശരീരത്തിൽ പിടിപെട്ട രോഗങ്ങൾ, അതേപോലെ തന്നെ ആന്തരികമായ അഥവാ മാനസികമായ രോഗങ്ങൾ, അവൻ്റെ ആത്മാവിനെയും ശരീരത്തിനെയും പിടിപെട്ട സകലമാന രോഗങ്ങൾക്കും. വമിൻ ശർരിൽ ഇൻസി വൽ ജിൻ, മനുഷ്യ ജിന്നുകളുടെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് ആശ്വാസത്തിന് തേടുക. ഇതാണ് റുഖിയ ശർഇയ്യ. തകൂനു റുഖിയത്തു ശർഇയ്യത്തു ബിമാ വറദ ഫിൽ ഖുർആനിൽ കരീം വസുന്നത്തിൻ നബവിയ്യ, പരിശുദ്ധ ഖുർആനിലും റസൂലിൻ്റെ സുന്നത്തിലും വന്നതുകൊണ്ടാണ് ശർഇയ്യായ റുഖിയ ഉണ്ടാകുക. അതാണ് ഫഖിറാഅത്തി സൂറത്തിൽ ഫാത്തിഹത്തി വ ആയത്തിൽ കുർസി വൽ മുഅവ്വിദതൈനി, ഈ പറയുന്നതൊക്കെ. തദ്ഖുലു ഫിഹാ അൽ അദ്ഇയത്തുൽ മഅ്സൂറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ധാരാളം ദുആകൾ ഈ പറയുന്ന റുഖിയയിൽപ്പെട്ടതാണ്. ഉദാഹരണം, മിസ്ല ഖൗലി ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുദീക എന്ന് പറയുന്നത് പോലെ. അതേപോലെ ഔ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്, ഒരാൾ ഒരു പ്രദേശത്ത് ചെന്ന് ഇറങ്ങി അവിടെ ചെന്ന് അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നത് വരെ ലം യദുർറുഹു ഷൈഉൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപദ്രവവും ആ മനുഷ്യനെ പിടികൂടുകയില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് വീട്ടിലോ സ്ഥലത്തോ ചെന്നിറങ്ങിയിട്ട് ഈ പറയുന്ന ദുആ ഒരാൾ പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നത് വരെ ഒരു ഉപദ്രവവും അവന് പിടികൂടുകയില്ല എന്ന്. ചുരുക്കത്തിൽ ഈ പറയുന്ന റുഖിയ എന്ന് പറയുന്നത് അതിപ്രധാനമായതാണ്. ശർഇയ്യായ ഖുർആൻ കൊണ്ടും റസൂലിൻ്റെ സുന്നത്ത് കൊണ്ടും അത് സ്ഥിരപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ വന്നു തദാവു ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ ചികിത്സ നടത്തി. മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ വ അൻസല ലഹു ദവ, ഒരു രോഗം അള്ളാഹു ഈ ലോകത്തേക്ക് ഇറക്കിയിട്ടില്ല അവൻ്റെ അടിമകൾക്ക്, അതിന് പരിഹാരവും ചികിത്സയുമില്ലാതെ. അലിമഹു മൻ അലിമ, കൃത്യമായി അത് അറിയുന്ന ആളുകൾ അറിയും, അവരത് ചെയ്യും. വജഹിലഹു മൻ ജഹിൽ, പല കാര്യങ്ങളും അറിയാതെ വിഡ്ഢികളായി ജീവിക്കുന്നത് പോലെ ഈ കാര്യത്തിലും ഒരു വിഭാഗം ആളുകൾ വിഡ്ഢികളാണ്, അറിയൂല അവർക്ക്. കൃത്യമായ ചികിത്സ എവിടെയെന്നറിയാതെ പല ജാതി ദുരിതങ്ങളിലും അവർ ചെന്ന് ചാടുന്നു, അപകടപ്പെടുന്നു. ഈ പറയുന്ന റുഖിയ ശർഇയ്യ എന്ന് പറയുന്നത് ചികിത്സയ്ക്കുള്ള രണ്ട് ഇനങ്ങൾ. ഒന്ന്, മരുന്നുകളും ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ചികിത്സിക്കുക. അതുപോലെ നമുക്ക് ചികിത്സിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ മാർഗനിർദ്ദേശം നൽകിയതാണ് ഈ പറയുന്ന റുഖിയ എന്നുള്ളത്. എന്ന് മാത്രമല്ല, മരുന്നുകളും കാര്യങ്ങൾ കൊണ്ട് ഒരാൾ ചികിത്സ നടത്തുന്നതിലേറെ അവൻ്റെ ശരീരത്തിനും അകപ്പെട്ട രോഗങ്ങൾക്കും അവൻ്റെ മനസ്സിനും ഏറ്റവും ഫലവത്തായ ഉപകാരപ്രദമായ പരിഹാരമാർഗങ്ങളാണ് റുഖിയ എന്ന് പറയുന്നത്. പക്ഷേ ചില ആളുകൾ ഇത് പറയുമ്പോൾ ഇത് ചെയ്യുന്ന ആളുകളെ പഴഞ്ചന്മാരും അവർക്ക് ശാസ്ത്രീയമായി അറിവില്ലാത്തവരും അവർക്ക് കുടുംബത്തിനോട് സ്നേഹമില്ലാത്തവരും, കുടുംബത്തിലാരെങ്കിലും അസുഖപ്പെട്ടു എന്നുണ്ടെങ്കിൽ അവരെ വേണ്ടതുപോലെ ഡോക്ടറെ കാണിക്കാത്ത ആളുകളുമായി മുദ്രകുത്തും, പരിഹസിക്കും. അത് ഇന്ന് മുസ്ലിമീങ്ങളായ നമ്മുടെ ആളുകളിൽ നിന്ന് തന്നെ അത് അനുഭവപ്പെടുകയും ചെയ്യും. ഇത് പറയുന്ന ആളുകൾ ഏതാണെങ്കിലും വലഖദ് കാനത്ത് റുഖിയത്തു മഅറൂഫത്തൻ ഖദീമ, മന്ത്രം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ മുമ്പ് സമൂഹത്തിൽ അറിയപ്പെട്ട കാര്യമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ വന്ന സമയത്ത് സഹാബത്തിനോട് പറഞ്ഞു, ഈ പറയുന്ന മന്ത്രം അവർ നടത്തുന്നുണ്ട് എന്ന് റസൂൽ അറിയുമായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾക്കുള്ള മന്ത്രം എനിക്ക് അറിയിച്ചു തരി, എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ മന്ത്രിക്കുന്നത്, ഇതിനു വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് എന്താണ്? അങ്ങനെ തൗഹീദിനോട് ദീനിനോട് വിരുദ്ധമല്ലാത്ത കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ അംഗീകരിച്ചു കൊടുത്തു. ശിർക്കിയായ കുഫരിയായ വചനങ്ങളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടുള്ള പിശാചുകളോട് സഹായത്തെ തേടുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ നിരോധിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വന്തം ശരീരത്തിന് മന്ത്രിക്കലുണ്ടായിരുന്നു, വീട്ടുകാർക്ക് മന്ത്രിക്കലുണ്ടായിരുന്നു, തൻ്റെ അനുചരന്മാർക്ക് മന്ത്രിക്കലുണ്ടായിരുന്നു. എങ്ങനെ മന്ത്രിക്കണമെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കലുണ്ടായിരുന്നു. കഴിഞ്ഞ സദസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഫാത്തിഹ കൊണ്ട് മന്ത്രിച്ചതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് സമൂഹം നേരിടുന്ന ദുരിതപൂർണമായ അവസ്ഥകൾ അവരുടെ ശാരീരികമായി, അവരുടെ മാനസികമായി, സാമ്പത്തികവും കുടുംബപരവുമായി അനുഭവപ്പെടുന്ന വലിയ ഒരു ശതമാനം ദുരിതങ്ങൾക്ക് അവർക്ക് പരിഹാരമാർഗമായിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ റുഖിയ ശർഇയ്യയാണ്. ഇതിലേക്ക് ആളുകൾ മുന്നിടുക എന്നുള്ളത് മാത്രമാണ്. അന്നല്ലാതെ ഈ ശാസ്ത്രത്തിൻ്റെയോ കണ്ടുപിടുത്തത്തിൻ്റെയോ ആളുകളുടെ ഈ പറയുന്ന ചികിത്സാ രീതികളിലേക്ക് പോയാൽ ഒരിക്കലും ശമനം ലഭിക്കാത്ത നല്ലൊരു വിഭാഗം അസുഖങ്ങളും ദുരിതങ്ങളും അകപ്പെട്ടുകൊണ്ടാണ് ആളുകൾ ഇന്ന് കഴിച്ചുകൂട്ടുന്നത്. ശർഇയ്യായ റുഖിയ നമ്മൾ പറഞ്ഞതുപോലെ അത് മഹത്തായ ഇബാദത്താണ്. അത് ഏറ്റവും ശ്രേഷ്ഠമായ സൽക്കർമ്മമാണ്. അള്ളാഹുവിൻ്റെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫഹദാ മിൻ അഫ്ളലിൽ അഅ്മാൽ. റുഖിയ ശർഇയ്യ
ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ്. അത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ നിർവഹിച്ചതാണ്. സാലിഹീങ്ങളും സജ്ജനങ്ങളും അവർ ഉപയോഗപ്പെടുത്തിയ ഏറ്റവും വലിയൊരു പരിഹാര മാർഗമാണ് റുഖിയ ശർഇയ്യ എന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം റുഖിയ നടത്തിയിട്ടുണ്ട് തൻ്റെ ഇസ്മായിൽ, ഇസ്ഹാഖ് എന്നാണ് പുത്രന്മാർക്ക്. ശേഷം അത് പറയുന്നത് നമ്മൾ ഇൻഷാ അല്ലാഹ്. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യർക്ക് തൻ്റെ മക്കളോട് പല ഘട്ടങ്ങളിൽ കൊടുത്ത ഉപദേശങ്ങളുണ്ട്. ഈ പറയുന്ന പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന്. അള്ളാഹുവിൻ്റെ റസൂല് സ്വന്തം ശരീരത്തിന് റുഖിയ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വീട്ടുകാർക്കും അനുചരന്മാർക്കും അസുഖങ്ങൾ വരുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മന്ത്രിച്ചു കൊടുത്തിരുന്നു. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്താകാൻ കിടക്കുന്ന ആ രോഗത്തിൻ്റെ സമയത്ത് പ്രവാചകനെ കൊണ്ട് കഴിയാതെ വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിന് റുഖിയ നടത്തി കൊടുത്തിരുന്നു. സ്വഹീഹായ ഹദീസുകളിൽ ധാരാളം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹിമഹുമുള്ള റിപ്പോർട്ട് ചെയ്ത് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ ഇഷ്തക, പ്രവാചകൻ രോഗിയായാൽ യഖറഉ അലാ നഫ്സിഹി ബിൽ മുഅവ്വിദാത്ത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് പാരായണം ചെയ്ത് ഊതലുണ്ടായിരുന്നു. വയംഫുസ്, ഊതലുണ്ടായിരുന്നു. കയ്യിലേക്ക് ഊതിയിട്ട് മുഖം തടയും, ശരീരവും തലയും തടയും. അതല്ലെങ്കിൽ ശരീരത്തിലേക്ക് ഊതലുണ്ടായിരുന്നു. ഫലമ്മ ഇഷ്തദ്ദ വജഅഹു കുൻതു അഖറഉ അലൈഹി വഅംസഹു ബിയദിഹി റജാഅ ബറകതിഹാ, റസൂലിന് രോഗമായി കഴിയാതെ വന്നപ്പോൾ ഞാൻ ഓതി അവിടുത്തെ കയ്യിൽ ഊതി കൊടുക്കുമായിരുന്നു. എന്നിട്ട് അവിടുത്തെ കയ്യിൻ്റെ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടി ആ കൈ കൊണ്ട് റസൂലിൻ്റെ ശരീരത്തിലെ തടയുമായിരുന്നു. മറ്റൊരു റിവായത്തിൽ അവർ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ മരിള അഖദ മിൻ അഹ്ലിഹി ഇദാ മരിള അഹദും മിൻ അഹ്ലി, പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും രോഗിയായാൽ നഫസ അലൈഹി ബിൽ മുഅവ്വിദാത്ത് ഖുൽ ബിറബ്ബിൽ ഫലഖ് ഖുൽ ബിറബ്ബിൻ നാസ് ഓതി ഊതലുണ്ടായിരുന്നു. മറ്റൊരു സ്ഥലത്ത് ഉമ്മ പറഞ്ഞു, അന്നഹ ഖാലത്ത് കാന ഇദാ ഇഷ്തകാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റഖാഹു ജിബ്രീൽ. ഇതൊക്കെ സഹിഹായ ഹദീസുകളാണ്. ജിബ്രീൽ അലൈഹിസ്സലാം മന്ത്രിക്കലുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയും, ബിസ്മില്ലാഹി യുബ്രീക വമിൻ കുല്ലി ദാഇൻ യശ്ഫീക വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, സകല അസൂയക്കാരുടെയും അസൂയയിൽ നിന്ന് ഞാൻ കാവലിനെ തേടുന്നു. വശർരി കുല്ലി ദി ഐൻ, കണ്ണേറ് തട്ടിയ ആളുകളുടെ കണ്ണിൻ്റെ ഷെറിൽ നിന്ന് കാവലിനെ തേടുന്നു. ഖാരിജത്ത് ബിൻ സൽത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അമ്മിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട്, അഖ്ബൽനാ മിൻ ഇൻദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരിക്കൽ പ്രവാചകനെ സന്ദർശിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അറബികളിൽപ്പെട്ട ഒരു ഗോത്രക്കാരുടെ അടുത്തുകൂടെ നാട്ടിൽ കൂടെ സഞ്ചരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇന്ന ഉംബിഅന അന്നക്കും ഖദ് ജിഅ്തും മിൻ ഇൻദി ഹാദർ റജുൽ ബിഖൈറിൻ, ഈ മനുഷ്യൻ മക്കയിലുള്ള മനുഷ്യൻ്റെ മദീനയിലുള്ള ആ മനുഷ്യൻ്റെ അടുത്തിൽ നിന്ന് നന്മയും കൊണ്ടാണ് നിങ്ങൾ വരുന്നത് എന്നുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഫഹൽ ഇൻദക്കും മിൻ ദവ, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾക്കുള്ള വല്ല പരിഹാര മാർഗങ്ങളും വല്ല ചികിത്സയുമുണ്ടോ എന്ന് ചോദിച്ചു. ഔ റുഖിയ, അതല്ല വല്ല മന്ത്രവുമുണ്ടോ ആ നല്ല മനുഷ്യൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതിൻ്റെ കൂട്ടത്തിൽ. ഫഇന്ന ഇൻദനാ മഅതൂഹൻ ഫിൽ ഖുയൂദ്, ചങ്ങലയിലിടപ്പെട്ട ഒരു ഭ്രാന്തനുണ്ട് ഞങ്ങളുടെ അടുത്ത്. മാനസികമായിട്ട് ശക്തമായ രോഗമാണ്, അവൻ്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ ആളുകൾ ചങ്ങലയിൽ ബന്ധിച്ചേക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഖാരിജയുടെ അമ്മ പറഞ്ഞു, അതെ ഞങ്ങളുടെ അടുത്ത് ഖൈറുണ്ട്, റുഖിയുണ്ട്. ഫജാഉ ബിമഅതൂഹിൻ ഫിൽ ഖുയൂദ്, ചങ്ങലക്കിട്ട് ആ ഭ്രാന്തനെ ഇവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം പറയാണ്, ഫഖറഅതു അലൈഹി ഫാത്തിഹത്തുൽ കിതാബി സലാസത അയ്യാം, 3 ദിവസം ആ ഭ്രാന്തന്, ചങ്ങലയിലുള്ള മൂച്ചിപ്പിരാന്തൻ എന്ന് പറയും നമ്മുടെ നാട്ടിൽ, അങ്ങനത്തെ ആ ഭ്രാന്തന് 3 ദിവസം ഫാത്തിഹത്തുൽ കിതാബ് ഞാൻ പാരായണം ചെയ്തു. ഉദുവതൻ വ അശിയ, രാവിലെയും വൈകുന്നേരവും 3 ദിവസം. കുല്ലമാ ഖതംതുഹ, ഫാത്തിഹ ഓതി ഇങ്ങോട്ട് അവസാനിക്കുമ്പോൾ അജ്മഉ ബുസാഖി സുമ്മ അത്ഫുൽ, എൻ്റെ തുപ്പുനീര് വായിൽ ഇങ്ങോട്ട് ഒരുമിച്ച് കൂട്ടിയിട്ട് ഞാനെടുത്ത് തുപ്പും ആ മനുഷ്യൻ്റെ ആ ഭ്രാന്തൻ്റെ മുഖത്ത്. ഫകഅന്നമാ നശിത മിൻ ഇഖാൽ, 3-ാമത്തെ ദിവസം കെട്ട് കഴിച്ചു വിട്ടതുപോലെ പൂർണ്ണ ആരോഗ്യത്തോടെ ആശ്വാസത്തോടെ അവൻ എണീറ്റ് പോയി. അവൻ്റെ അസുഖം പൂർണ്ണമായി മാറി. ഫഅതൗനി ജുഅലൻ, അപ്പോൾ അവരെനിക്കൊരു പ്രതിഫലം തന്നു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, ലാ, അത് ഞാൻ സ്വീകരിക്കുകയില്ല. ഹത്താ അസ്അല റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിനോട് ഇത് ഹലാലാണോ എന്ന് ചോദിച്ച് അനുവാദം തന്നാലേ എനിക്കത് സ്വീകരിക്കാൻ പറ്റൂ. അങ്ങനെ പ്രവാചകനോട് ചോദിച്ചവൻ, കുൽ, നീ അത് ഉപയോഗിച്ച് കഴിച്ചോ. ഫല അംരി മൻ അകല ബിറുഖിയത്തി ബാത്തിൽ, എത്ര ആളുകളാണ് ബാത്തിലായ കുഫ്ർ ശിർക്കിൻ്റെ മന്ത്രം കൊണ്ട് ഉപയോഗപ്പെടുത്തുന്ന സമ്പത്തുണ്ടാക്കുന്നു. ലഖദ് അകൽത ബിറുഖിയത്തി ഹഖ്, സത്യമായ മന്ത്രം നടത്തിയിട്ടാണ് നിനക്കത് കിട്ടിയത്, അത് നിനക്ക് ഹലാലാണ് എന്ന് പറഞ്ഞു. മുഹമ്മദ് ബിൻ ഹാത്തിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇൻ സബ്ബത് അലാ യദി മറഖതൻ ഫഅഹറഖത്ഹ, ഒരിക്കൽ കറി എൻ്റെ കയ്യിൽ മേൽ കൂടെ പോയി, അപ്പോൾ കുട്ടിയായിരുന്നു.
ഫദഹബത്ത് ബി ഉമ്മി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീ പൊള്ളിയാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എങ്ങോട്ടാണ് ഓടുക? അദ്ദേഹത്തിനെയും കൊണ്ട് ഉമ്മ കൈ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയി. ഫഅതൈനാഹു വഹുവ ഫിർ റഹ്ബ, റസൂൽ റഹ്ബയിലാണ് ആ സമയത്താണ് എന്നെ കൊണ്ട് ചെന്നത്. ഫഅഹ്ഫദു അന്നഹു, പ്രവാചകനിൽ എനിക്ക് മനഃപ്പാടമായി പറഞ്ഞത് അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ്, ഇവനകപ്പെട്ട വിപത്ത് അല്ലാഹുവേ ഒഴിവാക്കി കൊടുക്കണം എന്ന് പ്രവാചകൻ മന്ത്രിച്ചത് ഞാൻ കാണാതെ പഠിച്ചു. കുട്ടി പറയാണ് വഅക്സറു ഇൽമി, എൻ്റെ കൂടുതൽ അറിവ് അന്നഹു ഖാല അൻത ശാഫി ലാ ശാഫിയ ഇല്ലാ അൻത. ആ റുഖിയയുടെ കൂട്ടത്തിൽ ഇതും പറഞ്ഞു, അല്ലാഹുവേ നീയാണ് ശമനം നൽകുന്ന ആൾ, അസുഖത്തിന് ശിഫ നൽകുന്ന ആൾ നീയാണ്, നീയല്ലാതെ ഒരു ഷാഫിയുമില്ല എന്ന് പറഞ്ഞ പ്രവാചകൻ മന്ത്രിച്ചു തീ പൊള്ളിയതിന്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ് റഖസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലു ഹസ്മിന് അനുവാദം കൊടുത്തു ഫി റുഖിയത്തിൽ ഹയ്യ, പാമ്പിൽ നിന്ന് വിഷം തേണ്ടിയാൽ. തേളിൻ്റെ നമ്മൾ കഴിഞ്ഞ സദസ്സിൽ പറഞ്ഞിരുന്നു. വഖാല ലി അസ്മാ ബിൻതി ഉമൈസ്, ജാഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് അസ്മാ റളിയല്ലാഹു അൻഹ. ജാഫർ മൂത്തത്ത് യുദ്ധത്തിന് പോയി, അവിടെ വെച്ച് ഷഹീദായി, അമീറായി പോയി, അവിടെ വെച്ച് ഷഹീദായി. അദ്ദേഹത്തിന് 2 കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളുടെ സംരക്ഷണം അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റെടുത്തു. ഭാര്യയായ കുട്ടികളുടെ ഉമ്മയായ അസ്മാ ബിൻത് ഉമൈസ് അവരുമുണ്ടായിരുന്നു. അപ്പോൾ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു മാലി അറ അജ്സാമ ബനി അഖി, എൻ്റെ സഹോദരൻ്റെ കുട്ടികൾ അഥവാ ജാഫറിൻ്റെ കുട്ടികളുടെ ശരീരം എന്താണിങ്ങനെ ലാരി അത്തൻ ഒട്ടി ഉണങ്ങിയത്, മെലിഞ്ഞതായിട്ട് കാണുന്നു. തുസീബുഹുമുൽ ഹാജ, അവർക്ക് വല്ല ദാരിദ്ര്യമുണ്ടോ, വല്ല കഷ്ടപ്പാടുണ്ടായിട്ടാണോ, ഭക്ഷണം കഴിക്കാനൊന്നില്ലേ? അപ്പോൾ അസ്മാ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ല വലാകിൻ അൽ ഐനു തുസ്രിഉ ഇലൈഹിം, കണ്ണീർ പെട്ടെന്ന് തട്ടും ഈ കുട്ടികൾക്ക്, അതുകൊണ്ടാണ് തടി വെക്കാത്തത്. കുട്ടികൾ തടി വെച്ചില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യൽ? എങ്ങോട്ടാണ് ഓടൽ? എന്താണ് പരിഹാരങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇർഖീഹിം, മന്ത്രിച്ചു കൊടുക്കുക കുട്ടികൾക്ക്, മന്ത്രം നടത്തി കൊടുക്കി. അപ്പോൾ അസ്മാ റളിയല്ലാഹു അൻഹ പറയാണ് ഫഅറൽതു അലൈഹി, കുട്ടികളെ ഞാൻ റസൂലിൻ്റെ മുന്നിലേക്ക് അങ്ങോട്ട് മന്ത്രിക്കാൻ വേണ്ടി. അപ്പോൾ വീണ്ടും പ്രവാചകൻ പറഞ്ഞു ഇർഖീഹിം, അവർക്ക് മന്ത്രിച്ചു കൊടുക്കി. ബുഖാരി മുസ്ലിം റഹിമഹുമുള്ളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമായിരുന്നു യുഅവ്വിദുൽ ഹസന വൽ ഹുസൈൻ, ഹസൻ ഹുസൈൻ 2 പേരമക്കൾക്കും മന്ത്രിച്ചു കൊടുക്കലുണ്ടായിരുന്നു. എന്നിട്ട് എന്താണ് പറഞ്ഞത്? ഇന്ന അബാകുമ, നിങ്ങളുടെ പിതാവ് കാന യുഅവ്വിദു ബിഹാ ഇസ്മാഈല വ ഇസ്ഹാഖ്. ആരാണ് നിങ്ങളുടെ പിതാവ്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ 2 മക്കൾക്കും ഇതുപോലെ മന്ത്രിച്ചു കൊടുക്കേണ്ടായിരുന്നു. എന്താണ് വചനം? അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ എന്ന് പറയുന്ന വചനങ്ങൾ. മറ്റു ചില റിവായത്തിൽ ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ. എല്ലാവിധ പിശാചുകളും, പേടിപ്പെടുത്തുന്ന മറ്റുള്ള വസ്തുക്കൾ, ചീത്ത ഷർറ് പിടിച്ച, അതേപോലെ ആക്ഷേപാർഹമായ കുറ്റപ്പെടുത്താൻ പറ്റുന്ന ചീത്ത കണ്ണ് അഥവാ ആളുകളുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണീർ, അതിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് മന്ത്രിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാക്കിയത്. അദ്ദേഹമാണ് പ്രവാചകന്മാരായി പിന്നീട് വന്ന 2 മക്കൾക്ക് ഇസ്മായിൽ ഇസ്ഹാഖിന് മന്ത്രം നടത്തി കൊടുത്തത്. സിഹിർ, അതേപോലെ കണ്ണീർ, അതേപോലെ തന്നെ പിശാചിൻ്റെ ഉപദ്രവങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പിടിപെട്ട ആളുകൾക്ക് ഈ പറയുന്ന റുഖിയ ഫലവത്താണ് താനും. എന്ന് മാത്രമല്ല മനുഷ്യ ശരീരത്തിന് പ്രാഥമികമായി ശരീരത്തിന് ബോഡിക്കുണ്ടാകുന്ന അസുഖങ്ങൾക്ക് പോലും മന്ത്രം വളരെ ഫലവത്താണ് എന്ന് മാത്രമല്ല, ശരിയായ മന്ത്രം അതിന് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഇവൻ്റെ അസുഖം, അതിനുള്ള ശരിയായ ചികിത്സ എവിടെ നിന്നാണ്, എന്താണ് എന്നുള്ളത് ഈ മനുഷ്യന് അത് എളുപ്പമായി കിട്ടും ചെയ്യും. നേരെ മറിച്ച് ഈ പറയുന്ന പൈശാചികമായ ഉപദ്രവങ്ങൾക്ക് പരിഹാരം ചെയ്യാതെ ഒരു സ്ഥലത്ത് പോകും, ആ മരുന്ന് കഴിക്കും, പിന്നെ വേറൊരാൾ പരീക്ഷണത്തിന് പോകും, പിന്നെ അയാൾ പറയുന്ന മരുന്ന് കഴിക്കും. ഈ രോഗിക്കൊരാശ്വാസമോ ഒരു ശമനോ അവന് ലഭിക്കുകയുമില്ല. അങ്ങനത്തെ അവസ്ഥയിലാണെന്ന് പല ആളുകളും എത്തിപ്പെട്ട് കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു റുഖിയ എന്ന് പറയുന്നത് ദുആകളാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പല സമയങ്ങളിൽ പല സാഹചര്യങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ധാരാളം ദുആകളുണ്ട്. അതിൽപ്പെട്ട ഒരു ദുആയാണ് നമുക്ക് രാവിലെയും വൈകുന്നേരവും പറയാൻ വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ചു തന്ന മാമിൻ അബ്ദിൻ യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യനുമില്ല അവൻ പറയും ഫീ സബാഹി കുല്ലി യൗമിൻ വ മസാഇ കുല്ലി ലൈല, എല്ലാ ദിവസത്തിൻ്റെയും രാവിലെ എല്ലാ രാത്രിയുടെയും അവസാനത്ത് വൈകുന്നേരത്തിൽ ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ
വഹുവ സമീഉൽ അലീം. അദ്കാറു സബാഹ് വൽ മസാഇൽ നിങ്ങൾ കേട്ടതായിരിക്കും. ചില ആളുകൾ പ്രാവർത്തികമാക്കുന്നതായിരിക്കും, മറ്റു പല ആളുകളും ഒരു പക്ഷേ ആദ്യം കേൾക്കുന്നതായിരിക്കും. 3 പ്രാവശ്യം രാവിലെ, 3 പ്രാവശ്യം വൈകുന്നേരം, ഇങ്ങനെ ഒരു മനുഷ്യനും പറഞ്ഞാൽ ഫയളുറുഹു ഷൈ, എന്തെങ്കിലും, ഷൈ എന്ന് പറഞ്ഞ അറബിയിൽ ആ വാക്കിൻ്റെ അർത്ഥം എന്ത് വസ്തുവാണെങ്കിലും അത് അവനെ ഉപദ്രവിക്കുക, അവന് പ്രയാസം ഉണ്ടാക്കുക എന്നുള്ള കാര്യം ഉണ്ടാവുകയല്ല. നമ്മൾ പറഞ്ഞു, സിഹർ പറ്റിയാൽ, കണ്ണേറ് പറ്റിയാൽ, പൈശാചികമായ ഉപദ്രവങ്ങൾ പറ്റിയാൽ, അതല്ലാത്ത മറ്റുള്ള ശാരീരികമായ അസുഖങ്ങൾ, ഈ പറയുന്ന അസുഖങ്ങൾ മനുഷ്യർക്ക് പറ്റുന്നതിൻ്റെ മുഖ്യമായ കാരണം അസൂയയാണ്, ഹസദാണ്. ഹസദ് എന്ന് പറയുന്ന സാധനം പിടികൂടിയതാണ് ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതും. നമ്മുടെ പിതാവായ ആദം നബിക്കെതിരുള്ള ഈ പറയുന്ന കൗശലങ്ങൾ അന്നും ഖിയാമത്ത് നാൾ വരെ മക്കളെ ഉപദ്രവിക്കുന്നതിന് പിന്നിൽ അവന് പിടികൂടിയ ആ രോഗം അത് അസൂയയാണ്. ഈ പറയുന്ന അസൂയ എന്ന് പറയുന്നതാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ 2 മക്കളിൽപ്പെട്ട ഒരു മകൻ മറ്റവനെ കൊല്ലാനുണ്ടായ കാരണം. അവർ തൗഹീദിലുള്ള ആളുകളായിരുന്നു, ശിർക്ക് ചെയ്തവരല്ല. പക്ഷെ ഒരാൾക്ക് തൻ്റെ സഹോദരന് മറ്റേ സഹോദരനോട് ഇത്ര വലിയ വെറുപ്പും വിദ്വേഷമുണ്ടായി അവനെ കൊല്ലാൻ കാരണം അസൂയ പിടിപെട്ടത്. ഈ അസൂയാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സഹോദരന്മാർക്ക് ആ മഹാനായ പ്രവാചകനോട് പിടിപെട്ടത്. ചെറുപ്പത്തിൽ കൊണ്ടുപോയി കിണറ്റിൽ കൊണ്ടുപോയി ഇടുകയും ആ കുടുംബം, മഹാനായ ആ പ്രവാചകൻ വർഷങ്ങളോളം കണ്ണീരിലായി കഴിച്ചുകൂട്ടുകയും ചെയ്ത ദുരിതം ഈ സഹോദരന്മാരെ പ്രേരിപ്പിച്ചത് അസൂയാണ്. ജൂതന്മാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുത വെച്ചതിൻ്റെ പിന്നിലുള്ളത് മുഴുവനും അസൂയയാണ്. അത്രയും കാലം ബനൂ ഇസ്രായേലിനാണ് ഒന്നിൻ്റെ പിറകെ പ്രവാചകന്മാർ വന്നത്. അവരായിരുന്നു സമൂഹത്തിൽ ഉന്നതർ, അവരാണ് വിവരം വിദ്യാഭ്യാസത്തിൻ്റെ ആൾ, അവരാണ് ദീനിൻ്റെ വക്താക്കൾ. മറ്റുള്ള അറബികൾ മുഴുവൻ ജൂതന്മാർ ആദരിക്കുമായിരുന്നു. അവർ പ്രവാചകന്മാരുടെ അനുയായികൾ, അവരുടെ പാരമ്പര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊക്കെ എതിരായിക്കൊണ്ട് അറബികളിൽ നിന്ന് എഴുത്തും വായനയും അറിയാത്ത ഒരാൾ പ്രവാചകനായി മുഹമ്മദ് വന്നു. അതെങ്ങനെയാണുള്ളത്? എങ്ങനെ അവൻ പ്രവാചകനായി? ഞങ്ങളല്ല അതിൻ്റെ അർഹര് എന്നുള്ളത്. ഈ പറയുന്ന അസൂയയുടെ മുഴുവനും അള്ളാഹുവിനോട് വിമർശനം നടത്തുകയാണ്. ഏത് വ്യക്തിക്ക് ആരോട് അസൂയ ഉണ്ടെങ്കിലും ആ മനുഷ്യൻ എന്തുകൊണ്ട് അവൻ അള്ള കൊടുത്തു എനിക്ക് തന്നില്ല, എന്തുകൊണ്ട് അവൻ അതിന് അർഹനാക്കി അള്ളാഹു? ഇബ്ലീസ് ചോദിച്ചതല്ല, തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട എനിക്കല്ല ആദരവും ബഹുമാനം, ഞാനല്ല അതിലർഹൻ, മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഇവനെ എന്തുകൊണ്ട്? ഞങ്ങളല്ലേ പ്രവാചകന്റെ പേരമക്കളും കുടുംബങ്ങളുമായിട്ട് സമൂഹത്തിൽ അറിയപ്പെട്ടവർ ഞങ്ങളല്ലേ? അള്ളാഹുവിന് വേണ്ടപ്പെട്ട ആളുകളാണ്. അഹിബ ഉള്ള അബന ഉള്ള ഇതാ ജൂതന്മാർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ള അറബികൾ മുഴുവനും അവരെ പേടിച്ച് ജീവിക്കുകയാണ്. അതിലൊരിക്കലും പ്രതീക്ഷിക്കാതെ എഴുത്തും വായനും അറിയാത്ത അറബികളിൽ നിന്ന് ഖുറൈശികൾ ഒരാൾ നബിയായിട്ട് വരിക, ഉൾക്കൊള്ളാൻ കഴിയും. എന്തുകൊണ്ട് അവിടുന്ന് ഒരു നബി? ഞങ്ങൾ പ്രതീക്ഷ ഇവിടുന്നല്ലായിരുന്നു. അള്ളാഹുവിനോട് വിമർശനം ഉന്നയിക്കുക എന്നുള്ളത് അള്ളി ചെയ്തത് നന്നായില്ല. മുനാഫിക്കീങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വെറുപ്പുണ്ട്. അങ്ങനെ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ ആ മനുഷ്യനെ മക്കയിൽ മദീനക്കാരുടെ നാട്ടുരാജാവാക്കാൻ വേണ്ടി അവന് കിരീടവും അവന് ഉടുപ്പും അവന് വസ്ത്രങ്ങളും അതൊക്കെ തുന്നിക്കൊണ്ട് ആളുകൾ തയ്യാറാക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ ചെന്നത്. ആ പറയുന്ന അസൂയയാണ് അവനെ പിടികൂടിയത്. പ്രവാചകനോട് അവൻ്റെ മരണം വരെ അവൻ്റെ അനുയായികളും കാണിച്ച ഉപദ്രവത്തിൻ്റെ പിന്നിലുള്ളത് അസൂയയാണ്, ഹസദായിരുന്നു. ഇങ്ങനെ ഇന്ന് പറയുന്ന ഷിയാക്കൾ, റാഫിളികൾ എന്ന് പറയുന്ന അവർക്ക് ഈ പറയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനോട് അവർക്കുണ്ടായ വെറുപ്പിൻ്റെ പിന്നിലുള്ളതും ഈ അസൂയയാണ്. അവരായിരുന്നു ലോകത്ത് ഉന്നതരായ ആളുകൾ എന്ന് പറഞ്ഞ കിസ്റ എന്ന് പറയുന്ന ചക്രവർത്തിയും ഫാരിസ് പേർഷ്യക്കാരി എന്ന് പറയുന്ന സാമ്രാജ്യവുമായിരുന്നു. അവിടെ ചെന്ന് ഈ മുഹമ്മദിൻ്റെ ആളുകൾ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് നിങ്ങൾ വിജയിക്കേ, ഞങ്ങളല്ലേ വിജയിക്കേണ്ടത്? അപ്പം ആ പറയുന്ന അസൂയയിൽ നിന്നും ശത്രുതയിൽ നിന്നുമാണ് അവർ ഈ പറയുന്ന സഹാബത്തിനോടും അഹ്ലുസുന്നയോടുമുള്ള ഈ ശത്രുതയും വിദ്വേഷവും വെച്ചു പുലർത്തിയത്. ചുരുക്കത്തിൽ ഈ അസുഖങ്ങളുടെ പിന്നിലുള്ള ഏറ്റവും മുഖ്യമായ കാരണം അസൂയയാണ്, ഹസദാണ്. അപ്പം ആ ഹസദിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടിയ ഈ പ്രവാചകന്മാർ മുഴുവനും ചെയ്തത്. ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അസ്സിഹ്റു മിൻ അഅ്ളമി മാ യകൂനു ഫിൽ ജിനായത്തി അലാ ബനി ആദം. മനുഷ്യരോട് ഒരാൾ ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമമാണ് സിഹ്ർ എന്ന് പറയുന്നത്. ഫഹുവ യുഫ്സിദു അലൽ മസ്ഹൂരി അംറ ദീനിഹി വ ദുനിയ. ഒരാൾക്ക് സിഹ്ർ പിടിപെട്ടാൽ ആ വ്യക്തിയുടെ ദീനും ദുനിയാവും അത് നശിച്ചു. വ യുഖ്ലിഖുഹു, അവനെ ഉത്കണ്ഠപ്പെടുത്തിക്കൊണ്ടിരിക്കും സദാസമയത്തും. മൃഗങ്ങളെപ്പോലെ അതിലേറെ ദുരിതപൂർണമായി. മൃഗങ്ങളെ അള്ളാഹു ആ ഒരു പ്രകൃതിയിലാണ് സൃഷ്ടിച്ചത്. മനുഷ്യൻ അവൻ്റെ പ്രകൃതിയിൽ നിന്ന് മാറി അള്ളാഹു സൃഷ്ടിച്ച ആ ഒരു സാഹചര്യത്തിൽ മാറി അവന് മാനസികമായ ഇടുക്ക്, ഉത്കണ്ഠ, പേടി, ദുരിതങ്ങൾ, ഇല്ലാത്ത കഷ്ടപ്പാടുകൾ ഒരു മനുഷ്യനുണ്ടാവുകയില്ല. സിഹറിൻ്റെ സ്ഥിതി ഇതാണ്. അസൂയയും വെറുപ്പും ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഉടലെടുത്തുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളുമായി ഈ അസൂയുള്ള വ്യക്തികൾ മറ്റുള്ള ആളുകളെ ഉപദ്രവിക്കാൻ പോകുക. സുലൈമാൻ റുഹൈലി ഒരിക്കൽ പറഞ്ഞു, കിതാബ് തൗഹീദിൻ്റെയൊക്കെ ഷറഹിൽ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് അടിച്ചാൽ കേൾക്കുന്ന കാര്യമാണ്.
മായുസമ്മ ബി മറളി സർത്താൻ. സർത്താൻ എന്ന് പറയുന്നത് ക്യാൻസറാണ്. ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ആ പറയപ്പെടുന്നത് ഫഇന്നഹു തബയ്യന ലനാ ബിത്തജാരിബ്, അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ പറയുന്നത്. അന്ന മിൻ അസ്ബാബി വുഖൂഇഹി അസ്സിഹർ, മനുഷ്യന്മാർക്ക് ക്യാൻസർ പിടിപെടാനുള്ള കാരണം സിഹർ പിടിപെട്ടതാണ്. വഇദാ ഫുക്ക സിഹർ, ആ സിഹർ അഴിക്കപ്പെട്ടു. എങ്ങനെ അഴിക്കുക? ഈ പറയുന്ന മരുന്നുകൾ കൊണ്ടാ, ഈ പറയുന്ന ഗുളികകൾ കൊണ്ടും ഇഞ്ചക്ഷൻ കൊണ്ടാ, ഈ പറയുന്ന കീറിമുറിക്കൽ കൊണ്ട് ഓപ്പറേഷൻ കൊണ്ടും ടെസ്റ്റുകൾ കൊണ്ടാ? ഒരിക്കലുമല്ല. ഈ പറയുന്ന ശർഈയായ റുഖിയ നടത്തിയൊരു സിഹർ അഴിക്കപ്പെട്ടാൽ സാല ഹാദൽ മറദു ബിഔനില്ലാഹി വ തൗഫീഖി, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് തൗഫീഖ് കൊണ്ട് ആ അസുഖം ആ മനുഷ്യനിൽ പൂർണ്ണമായി മാറും. അവൻ ആഫിയത്തിലും ആശ്വാസത്തിലും വരും. സുലൈമാൻ റുഹൈലി കിതാബ് തൗഹീദിൻ്റെ ഷറഹിൽ പറഞ്ഞത് യൂട്യൂബിലൊക്കെ ഉണ്ട്. ഖതീബ് അൽ ബഗ്ദാദി റഹ്മഹുല്ലാ ഒരിക്കൽ അദ്ദേഹം അബൂ ഉസ്മാൻ സഈദ് ബിൻ സല്ലാം അൽ മഗ്രിബി, മഹാനായ അഹ്ലു സുന്നയുടെ പണ്ഡിതനായിരുന്ന നൈസാബൂർ എന്ന് പറയുന്ന പ്രദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഒരിക്കൽ പറയാണ്. കുന്തു ബി ബഗ്ദാദ്, ആ പണ്ഡിതൻ പറയാൻ ഞാൻ ഒരിക്കൽ ബഗ്ദാദിലായിരുന്നു. വക്കാന ബി വജഉൻ ഫി റുക്ബത്തി, എൻ്റെ കാൽമുട്ടിൽ വല്ലാത്തൊരു വേദന ഉണ്ടായിരുന്നു. ഇന്ന് കാൽമുട്ടിൽ വേദന ഉണ്ടെങ്കിൽ അത് യൂറിക് ആസിഡാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച ഒരുപാട് വിഭവങ്ങൾ പിന്നെ മനുഷ്യനില്ല ജൂസുവാക്കലു, തിന്നാൻ പാടില്ല. അത് കഴിച്ചാൽ യൂറിക് ആസിഡ്, ഇത് കഴിച്ചാൽ യൂറിക് ആസിഡാണ്. ആ പണ്ഡിതന് ആ വേദന ഉണ്ടായിരുന്നു. അദ്ദേഹം പറയാണ് ഹത്താ നസല ഇലാ മസാനത്തി, എൻ്റെ മൂത്രാശയത്തിലേക്ക് പിന്നെ ആ വേദന ഇറങ്ങി. പിന്നീട് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയാതെ അത് വന്ന കിഡ്നിയാണ്, മാറ്റിവെക്കലാണ്, കിഡ്നി പോയതാണ്, കിഡ്നിക്ക് പ്രശ്നങ്ങളാണ്, ടെസ്റ്റുകളാണ്. രോഗി തന്നെ ആദ്യം തീരുമാനിക്കും ഒരു പക്ഷേ എനിക്ക് പറ്റിയത് ഇന്നതാണ് എന്നില്ല. ആ പണ്ഡിതൻ പറയാണ് വഷ്തദ്ദ വജഇ, വേദന സഹിക്കാൻ കഴിയാതെ വകുന്തു അസ്തഗീസു ബില്ലാ, ഞാൻ അള്ളാഹുവിനോട് സഹായത്തോടുമായിരുന്നു, ഇസ്തിഗാസ നടത്തുമായിരുന്നു, റുഖിയ നടത്തി, ദുആ ചെയ്ത് അള്ളാഹുവിലേക്ക് മനസ്സ് മുന്നിട്ടു. അപ്പോൾ ഫനാദാനി ബഅദുൽ ജിൻ, ജിന്നുകളിൽപ്പെട്ട അവിടെ പരിസരത്ത് അദ്ദേഹം ശബ്ദം കേട്ടു. ആ ശരീരി മറ്റുള്ള മനുഷ്യന്മാരുതല്ല. മസ്തിഗാസതുക ബില്ലാഹി വഗൗസുക ബഈദ്, അള്ളാഹുവിനോട് ഇങ്ങനെ സഹായത്തിന് തേടുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ ആ വിളിക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന് അർത്ഥത്തിലുള്ള ഒരു അശരീരി. അയാൾ പറയാണ് ഫലമ്മാ സമയത്തു ദാലിക റഫഅതു സൗതി, ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ കുറച്ച് ഉച്ചത്തിൽ ഇസ്തിഗാസ, അള്ളാഹുവിനുള്ള സഹായം തേടാൻ തുടങ്ങി അള്ളാഹുവിനോട്. അപ്പോൾ വസിത്തു ഫി മഖാലത്തി, കൂടുതൽ കൂടുതൽ ഞാൻ അള്ളാഹുവിലേക്കുള്ള ഈ ഇസ്തിഗാസയുടെ വചനങ്ങളും ഈ റുഖിയകളും ഈ അദ്കാറുകളും ദുആകളും പറയാൻ തുടങ്ങി. ഹത്താ സമിയ അഹ്ലുദ്ദാരി സൗത്തി, വീട്ടുകാർ മുഴുവൻ എൻ്റെ ശബ്ദം കേട്ടു. ഫമാ കാന ഇല്ലാ സഅ, അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹത്താ ഗലബ അലയ്യൽ ബൗൽ, എനിക്ക് മൂത്രമൊഴിക്കാൻ അത്യാവശ്യം തോന്നി. ഫഖദ്ദമ ഇലയ്യ സതുലുൻ, അങ്ങനെ മൂത്രമൊഴിക്കാൻ ഒരു പാത്രം എൻ്റെ മുന്നിലേക്ക് വീട്ടിൽ നിന്നുള്ള ആളുകൾ മുന്നിൽ കൊണ്ടുവന്നു. ഉഹരിയക്കു ഫീഹിൽ മൂത്രമൊഴിക്കാൻ. ഫഖറജ മിൻ മദാകിരി ശൈഉൻ ബിഖുവ, ശക്തമായൊരു സാധനം എൻ്റെ ലൈംഗിക അവയവത്തിൽ കൂടെ പുറത്തേക്ക് ഇങ്ങോട്ട് ചാടി ആ പാത്രത്തിലേക്ക്. വദറബ വസത സത്തിൽ, ആ പാത്രത്തിൻ്റെ നടുവിൽ വന്നിട്ട് ഇങ്ങോട്ട് അടിച്ചു. ഹത്താ സമയത്തു ലഹു സൗതൻ, അതിന് ശബ്ദം കേട്ട് ഞാൻ, ചെറുതല്ല കുറച്ച് വലിപ്പമുള്ള. ഫഅമർതു മൻ കാന ഫിദ്ദാരി, വീട്ടിലുള്ള ആളുകളോട് ഞാൻ പറഞ്ഞു നോക്കുമ്പോൾ ഫതുലിബ, എന്താണത്? അപ്പോൾ ഫഇദാ ഹുവ ഹജറുൻ ഖദ് ഖറജ മിൻ മസാനത്തി, എൻ്റെ മൂത്രനാളിയിൽ നിന്ന്, മൂത്രാശയത്തിൽ നിന്ന് ഒരു കല്ല് പുറത്തേക്ക് ചാടിയതാണ്. വദഹബൽ വജഉ അൽഹംദുലില്ലാ, വേദന എനിക്കത് പോയും ചെയ്തു, ആശ്വാസമായും ചെയ്തു. ഞാൻ പറഞ്ഞു മാ അസ്റഅൽ ഗൗസ് വഹാകദ ളന്നു ബിഹി, എത്ര വേഗതയിൽ അള്ളാഹുവിൻ്റെ സഹായം ലഭിച്ചു എനിക്ക്. ഇങ്ങനെയാണ് അള്ളാഹുവിനെ ഒരടിമ ശരിക്ക് പ്രതീക്ഷിച്ച് അവനിലേക്ക് മുന്നിട്ടാൽ അകപ്പെട്ട ദുരിതങ്ങളിൽ നിന്ന് അവന് ലഭിക്കുന്ന ആശ്വാസങ്ങൾ. ഈ പറയുന്ന പിശാചുകൾ, മനുഷ്യ ജിന്നുകളിലെ പിശാചുകൾ, അവരുടെ ഭാഗത്തിൽ നിന്ന് അസൂയ കൊണ്ടും സിഹ്ർ കൊണ്ടും കണ്ണേറ് കൊണ്ടും ഒരു മുസ്ലിം അകപ്പെട്ട ദുരിതത്തിൽ നിന്ന് അവന് മോചനം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പ്രയാസമില്ലാതെ ലളിതമായി മോചനം പ്രതീക്ഷിക്കുന്ന ആൾ അള്ളാഹുവിൻ്റെ ത്വാഅത്തിലേക്ക് മുന്നിടുക. തെറ്റുകളും പാപങ്ങളും ഉണ്ടെങ്കിൽ പശ്ചാത്തപിക്കാനും ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുക. അള്ളാഹുവിലേക്ക് അഭയം തേടുക. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ആ ദുആകളിൽ പെട്ടതാണ് ഈ പറയുന്ന റുഖിയകൾ. അതേപോലെ തന്നെ മറ്റു ഒരു പരിഹാരമാർഗമാണ് പഥ്യം എന്ന് പറയുന്നത്. ഭക്ഷണ സാധനങ്ങളിൽ കുറവ് വരുത്തിക്കൊണ്ട് ആവശ്യമില്ലാത്ത ശരീരത്തിന് ഉപദ്രവമുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക. അല്ലാമ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല, അദ്ദേഹത്തിൻ്റെ അടുക്കൽ യമനിലുള്ള ഒരു യുവാവ് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എൻ്റെ മാതാവിന് ഷുഗറാണ്, ഈ പറയുന്ന ഭയങ്കര പ്രയാസമുള്ള ആളാണ്. അപ്പോൾ യമനികളായ ചില ആളുകൾ, പ്രത്യേകിച്ച് ഈ ഹൂസികളെ പോലത്തെ ഷിയാക്കളെ പോലത്തെ അതേപോലെ ദീനില്ലാത്ത ആളുകൾ, അവർക്ക് തലക്ക് കിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാത്ത് എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. നിങ്ങളാരെങ്കിലും അത് കേട്ടിട്ടുണ്ടോ? ഗൾഫിൽ പോയ ചില ആളുകൾ കണ്ടിട്ടുണ്ട്. അവർ വായ നിറച്ചിങ്ങനെ വെക്കും. അതിൽ നിന്ന് അവർക്ക് ലഹരി ലഭിക്കുന്നതാണ്.
അപ്പോൾ ഉമ്മ എന്നോട് ആ കാത്ത് കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് കൊണ്ടുവന്ന് കൊടുത്താൽ അത് കഴിച്ചാൽ വായിൽ വെച്ചാൽ അതിൻ്റെ നീരിറങ്ങി ഈ ഷുഗറിൻ്റെ പവർ കുറയും, അത് കുറയും. അപ്പം ഞാൻ ഉമ്മാക്ക് ഇത് ചെയ്തു കൊടുത്താൽ അത് ഉമ്മാക്ക് ബിർറ് ചെയ്ത ആളാകുമോ, അതല്ല ഉമ്മാനെ പ്രയാസപ്പെടുത്തിയ ആളാകുമോ? അല്ലാമ ഫൗസാൻ ഹഫീളഹുല്ല പറഞ്ഞു, നീ മാതാവിനെ പ്രയാസപ്പെടുത്തിയ ആളാകും ഉമ്മാക്ക് അത് കൊണ്ടുവന്ന് കൊടുത്താൽ. കാത്ത് ലഹരിയുള്ള ഈ സാധനം ഈ ഉമ്മാക്കത് കൊണ്ടുവന്ന് കൊടുത്താൽ ഉമ്മാക്ക് ഉപദ്രവിച്ച ആളാകും. പിന്നെ എന്താണ് ഷുഗറിന് പരിഹാരം? അൽ ഹിമ്യ. നിന്റെ മാതാവിനോട് ഭക്ഷണ സാധനങ്ങളിൽ നിയന്ത്രണം വരുത്തി ആവശ്യമില്ലാത്തത് ശരീരത്തിന് ഉപദ്രവമുള്ളത് മാറ്റി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മാതാവിൻ്റെ പ്രയാസത്തിൽ നിന്ന് പരിഹാരമാകുമെന്നുള്ളത് അതിൽപ്പെട്ടതാണ്. നോമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന നോമ്പ് ഈ പറയുന്ന നമ്മൾ അനുഭവപ്പെടുന്ന ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് ആളുകൾക്ക് ശമനവും പരിഹാരവുമാണ്. ഭക്ഷണം ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ കുറക്ക് അതിൻ്റെ വർധനവ്, ആ ഭക്ഷണങ്ങൾ ആവശ്യമില്ലാത്ത ശരീരത്തിന് ഉപദ്രവം വരുത്തുന്ന പലജാതി ഭക്ഷണങ്ങളും കഴിക്കുന്നത് അത് മനുഷ്യൻ്റെ ശാരീരിക മാനസികമായ അസുഖങ്ങൾ കൂട്ടുന്നതാണ്. പിശാചുകൾ മനുഷ്യ ശരീരത്തിൽ കൂടെ രക്തം സഞ്ചരിക്കുന്ന സ്ഥലത്തുകൂടെ സഞ്ചരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പം ഈ പറയുന്ന ഭക്ഷണ സാധനങ്ങളും കാര്യങ്ങളും കുറക്കുമ്പോൾ പിശാചിന് നമ്മുടെ ശരീരത്തിൽ കൂടെ നടക്കാനുള്ള സഞ്ചാരപാത ഇടുങ്ങിപ്പോകും. അത് ഫലമായിട്ട് അവൻ്റെ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് ശമനവും ആശ്വാസവും ലഭിക്കും. അതേപോലെ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് ഈ പറയുന്ന ഏത് അസുഖങ്ങളാണെങ്കിലും അതിൽ നിന്നുള്ള മറ്റൊരു പരിഹാരമാണ് സിഹ്റോ ഒയൂനോ പോലത്തെ കാര്യങ്ങളുണ്ടായി ശാരീരികമായി മാനസികമായി തളർച്ചയോ അലസതയോ അസുഖമോ ക്ഷീണമോ ഒരാൾക്കുണ്ടെങ്കിൽ അവൻ ആ പറയുന്ന രോഗത്തിനെ ശക്തമായി പ്രതിരോധിക്കാൻ തയ്യാറാകും. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് അദ്കാറുകൾ, അതേപോലെ തന്നെ അള്ളാഹുവിനുള്ള ദുആകൾ, ഇസ്തിഗ്ഫാറുകൾ, ഈ പറയുന്ന കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് റുഖ്യകൾ നിർവഹിച്ചുകൊണ്ട് ആ രോഗത്തെ പ്രതിരോധിക്കാൻ മാനസികമായി അവൻ ശക്തനാവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരിക്കലും അവൻ്റെ മനസ്സിനോട് ഞാൻ ബലഹീനനാണ്, രോഗിയാണ്, ക്ഷീണിതനാണ്, എനിക്കിനി പരിഹാരമില്ല എന്ന് പറയാതെ അള്ളാഹുവിലേക്ക് മുന്നിടുക. അള്ളാഹു അല്ലാത്ത മനുഷ്യരെ ഏത് രൂപത്തിലുള്ള ഡോക്ടർമാരാണെങ്കിലും ചികിത്സകന്മാരാണെങ്കിലും ഉപദേശകന്മാരാണെങ്കിലും അവരെ എത്രത്തോളം വിശ്വാസത്തിലെടുക്കുന്നു അതിലേറെ അള്ളാഹുവിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ആ പറയുന്ന രോഗത്തിൽ നിന്ന് ശക്തമായി പ്രതിരോധിക്കാൻ ഒരാൾ തയ്യാറായാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അകപ്പെട്ട ആ പ്രയാസത്തിൽ നിന്ന് അവന് കഴിവിൻ്റെ പരമാവധി വേഗതയിൽ അതിൽ നിന്ന് ശമനം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അതുമായി പറഞ്ഞ ഇമാം മുസ്ലിം റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഒരിക്കൽ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹ് മിനൽ മുഅ്മിനിൽ ളഈഫ്. ശക്തനായ, മനക്കരുത്തുള്ള, ധൈര്യമുള്ള, ധീരതയുള്ള, അകപ്പെട്ട ദുരിതങ്ങൾ എന്തു തന്നെയാണെങ്കിലും ശക്തമായ മനസ്സിൻ്റെ ഉടമയായി ദീനിലും ദുനിയാവിലും ശക്തമായി മുന്നേറുന്ന ഒരു മുഅ്മിനാണെങ്കിൽ ബലഹീനനായ മുഅ്മിനീലേറെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്, അള്ളാഹുവിന് പ്രിയവുമാണ്. ഒരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യൻ എന്ത് തന്നെ നേരിട്ടാൽ, എത്ര വലിയ അസുഖമാണെങ്കിൽ, ഏത് ദുരിതങ്ങളാണെങ്കിൽ, ഞാൻ തളർന്നു, ഞാൻ ബലഹീനനാണ്, ഞാൻ നിസ്സഹായനാണ് എന്നൊരിക്കലും പറയാതെ ആര് തന്നെ അവനെ നിരാശപ്പെടുത്തിയാലും അള്ളാഹുവിനെ കൊണ്ട് ശക്തനായി അള്ളാഹുവിൻ്റെ അദ്കാറുകളും ദുആകളും അവനുള്ള പ്രതീക്ഷയുമായി ആ മുഅ്മിനായ മനുഷ്യൻ ശക്തനായി മുന്നേറാൻ തയ്യാറായാൽ അള്ളാഹുവിന് അവനോട് ഏറ്റവും ഇഷ്ടമാണ്, അവൻ ഏറ്റവും ഉത്തമനായിരിക്കും ചെയ്യും. വഫീ കുല്ലിൻ ഖൈർ എന്ന് കരുതി ബലഹീനനായ മുഅ്മിൻ അവൻ മോശക്കാരനല്ല, എല്ലാവരിലും ഖൈറുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഉ, ഇഹ്രിസ് അലാ മാ യൻഫഉ, നിനക്ക് ഉപകാരമുള്ള കാര്യം ഏതാണോ അതിൽ ഹിർസ്, അത്യാർത്തി കാണിക്കും. വസ്തഈൻ ബില്ലാഹി വലാ തഅജിസ്, അള്ളാഹുവിനോട് സഹായത്തെ തേട്. ഈ പറയുന്ന റുഖിയ ശർഇയ്യ ഈ ഇസ്തിആനത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിനോട് സഹായത്തെ തേട്. വലാ തഅജിസ്, ഒരിക്കലും നീ ബലഹീനനാവരുത്, നിസ്സഹായനാവുക തന്നെ ചെയ്യരുത്. അസുഖം മാറൂല, ഷുഗറൊന്നും ഞാൻ നിൽക്കൂല, കൊളസ്ട്രോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊന്നും പരിഹാരമല്ല, അതല്ലെങ്കിൽ ബി പിന്നീട് കുറയൂല. നിങ്ങൾക്ക് ആര് തന്നെ എന്ത് വിധി എഴുതിയാലും, എങ്ങനെ നിസ്സഹായനാണ് എന്ന് പറയാൻ വന്നാലും, ഈ മരുന്ന് ഉപകാരപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കിനിപ്പോ എന്ന് പറഞ്ഞാൽ വലാ തഅജസ്, ഒരിക്കലും നീ ബലഹീനനാവരുത്, നിസ്സഹായനാവരുത്. വഇൻ അസാബക ശൈഉൻ ഫലാ തഖുൽ, ഇനി എന്തെങ്കിലും ഏത് കാര്യത്തിലും, അസുഖത്തിൻ്റെ കാര്യമാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിലും എന്ത് തന്നെ നീ പ്രതീക്ഷിക്കാത്തത് പിടിപെട്ടാലും നീ ഒരിക്കലും പറയരുത് ലൗ അന്നി ഫഅൽതു കാന കദാ വകദ, ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നൊരിക്കലും പറയരുത്.
വലാകിൻ ഖുൽ ഖദറുല്ലാഹി വമാ ശാഅ ഫഅൽ. അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അവൻ ഉദ്ദേശിച്ചത് നടക്കും. പ്രതീക്ഷയും മനസ്സും മുഴുവനും അള്ളാഹുവിലേക്ക് ബന്ധിക്കും. ഇന്ന് നല്ലൊരു വിഭാഗം ആളുകൾ ഓരോ വിഷയങ്ങളുമായി എടുത്തു നോക്കിയാൽ അള്ളാഹുവിൽ നിന്ന് എങ്ങനെ മനസ്സിനെ അകറ്റുന്നുവോ ആ കാര്യങ്ങളും സംവിധാനങ്ങളുമായാണ് സമൂഹത്തിൽ പല മേഖലകളിലും പരിശോധിച്ചാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്മിനായ മനുഷ്യനെ സദാസമയം അള്ളാഹുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അവനിൽ പ്രതീക്ഷ അർപ്പിച്ച് അള്ളാഹുവിനെ കൊണ്ട് ശക്തനായി മുന്നേറാനാണ് പ്രേരിപ്പിക്കുന്നത്. ഫഇന്ന ലൗ തഫ്തഹു അമല ശൈത്താൻ, ലൗ എന്ന് പറഞ്ഞ് ഒരാൾ പറയുമ്പോൾ അത് പിശാചിൻ്റെ കവാടങ്ങളെ തുറന്നു വെക്കലാണ്. പിശാചിൻ്റെ കവാടങ്ങൾ തുറന്നു വെക്കലാണ്. അള്ളാഹുമായി മനസ്സ് ബന്ധിപ്പിച്ച് ആർത്തിയോടുകൂടെ പ്രതീക്ഷയോടെ ഈ പറയുന്ന സഹായങ്ങൾ അള്ളാഹുവിനോട് ദുആവും റുഖിയകളും സഹായങ്ങളും തേടി മുന്നിട്ട് അള്ളാഹുവിലേക്ക് മുന്നിട്ട് പോകുക എന്ന് അള്ളാഹുവിലേക്ക് മുന്നിടുക എന്ന് പറയും. നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരു യുവാവ്, ആ വ്യക്തി വിവാഹിതനായ വ്യക്തി അനുഭവപ്പെടുന്ന ദുരിതങ്ങൾ, ധാരാളം പ്രയാസങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടുന്ന റെക്കോർഡ് ചെയ്തതാണ്. ആ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ് പ്രയാസപ്പെട്ട സമയത്ത് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ ആ വ്യക്തി കൊടുക്കുന്ന ഉപദേശം, അലൈക അൻ തുഹസ്സിന നഫ്സക ബിഖിറാഅത്തിൽ ഖുർആനിൽ കരീം വൽ അദ്ഇയ്യത്തി ശർഇയ്യ വ അദ്കാരി സ്വബാഹി വൽ മസ്അ. പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുക. ഹിദായത്തും ശിഫയും ഒക്കെ അതിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആ ഉദ്ദേശത്തോടുകൂടെ, അതേപോലെ ശർഇയായ ദുആകൾ, രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ വന്ന, അതേപോലെ ഓരോ സാഹചര്യത്തിലും ഒരു മുഅ്മിനായ മനുഷ്യന് പിശാചിനെ അവൽ നിന്ന് അകറ്റാൻ പറ്റുന്ന അദ്കാറുകൾ, ദുആകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് അത് ജീവിതത്തിൽ പകർത്തുക എന്ന് പറയും. അത് മുഴുവനും ഈ പറയുന്ന റുഖിയ ശർഇയ്യ എന്ന് പറയുന്ന അതിൻ്റെ വിശാലമായ അർത്ഥത്തിലുള്ള ദുആകളാണ്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതേപോലെ ചില സിഹറുകൾ, ചില ഉയൂനുകൾ, ചില രോഗങ്ങൾ അത് അല്പം പഴകിയത്, കുറച്ച് ദീർഘമായതാണെങ്കിൽ നിരന്തരം ഈ പറയുന്ന പരിഹാര മാർഗങ്ങൾ ഒരാൾ ചെയ്യുന്ന പക്ഷം അള്ളാഹുവിൻ്റെ ഫളല് കൊണ്ട്, അള്ളാഹുവിൻ്റെ ഇതിന് കൊണ്ട് അവന് അതിൽ നിന്ന് പരിഹാരങ്ങൾ ഉണ്ടാകുമെന്ന്. ചുരുക്കി പറഞ്ഞാൽ സിഹർ, ഉയൂന്, ഈ പറയുന്ന കാര്യങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ അത് കൃത്യമായി അതിന് ഹഖീഖത്തുണ്ട്, അതിന് യാഥാർത്ഥ്യമുണ്ട്. ആളുകളുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് നിസ്സാരവൽക്കരിക്കാൻ പറ്റാത്ത നിലക്ക് കുടുംബങ്ങളെ തകർക്കൽ അതിനുണ്ട്. അത് ആളുകളെ സാമ്പത്തികമായി, ശാരീരികമായി, മറ്റുള്ള ഓരോ മേഖലകളിലും പല ജാതി ദുരിതങ്ങൾ ആളുകൾക്ക് ഉണ്ടാക്കുന്നത് അതൊരു യാഥാർത്ഥ്യമാണ്. അഖ്ലാനികളോ മുഅ്തസിലികളോ ഇൽമുൽ കലാമിൻ്റെ ആളുകളോ ഇതിനെ നിഷേധിച്ചാൽ പോലും പരിശുദ്ധ ഖുർആനിൽ അതിൻ്റെ മേൽ അറിയിക്കുന്ന ധാരാളം ആയത്തുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ധാരാളം ഹദീസുകളുണ്ട്. സൂറത്തുൽ ബഖറയിലുള്ള വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാന എന്ന് പറഞ്ഞ ദീർഘമായ ആ ആയത്തുകളിൽ സിഹറിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി അതിൽ പറയുന്നുണ്ട്. പിശാചുകൾ, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ശേഷം ഈ സുലൈമാൻ നബിക്കൊരു പരീക്ഷണം എന്ന നിലക്ക് കുറച്ച് ദിവസം അദ്ദേഹത്തിൻ്റെ അധികാരം നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ആ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അധീനയിലുണ്ടായിരുന്ന ജിന്നുകൾ, മനുഷ്യന്മാർ, കുറേ ആളുകൾ മുർത്തദ്ദുകളാവുകയും അവർ വൃത്തികേടുകൾ പലതും ചെയ്യാനും തുടങ്ങി. പിശാചുകളെടുത്ത് മലക്കളിൽ നിന്ന് കട്ടുകേട്ട ചില വിവരങ്ങളുണ്ടായിരുന്നു. ഇത് വെച്ച് ആളുകളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് സുലൈമാൻ നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അധികാരത്തിന് വീണ്ടും തിരിച്ചു കൊടുത്തപ്പോൾ ഈ പറയുന്ന മുർത്തദ്ദുകളായ ജിന്നുകൾ, മനുഷ്യന്മാർ അവരെ പിടികൂടുകയും ശിക്ഷിക്കുകയും അവരുടെ കയ്യിൽ ആളുകളെ നശിപ്പിക്കാൻ വേണ്ടി, പഴപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്ന ചില പുസ്തകങ്ങളും രേഖകളും ചില ഇൽമുകളും ഉണ്ടായിരുന്നു. അത് അദ്ദേഹം വാങ്ങി അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൻ്റെ താഴ്ഭാഗത്ത് അത് കുഴിച്ചുമൂടി, ഇവർക്ക് എടുക്കാനും പിന്നീട് ഉപയോഗിക്കാനും പറ്റാതെ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ശേഷം ജിന്നുകൾ വീണ്ടും അത് പരിശോധിച്ച് അവർക്കത് ലഭിച്ചു. അപ്പം അവർ പറഞ്ഞു, കണ്ടോ, സുലൈമാൻ അദ്ദേഹത്തിൻ്റെ അധികാരം ജിന്നുകളെയും ശൈത്താന്മാരടക്കം അധീനപ്പെടുത്തിയത് ഈ പറയുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടാണ് എന്ന് പ്രചരിപ്പിച്ചപ്പോൾ ആളുകളത് പഠിക്കാൻ തുടങ്ങി. വീണ്ടും അത് പഠിക്കാൻ, അധികാരവും സ്വാധീനവും സമ്പത്തും ഇത് ലഭിക്കാൻ ഇത് പറ്റുമെന്ന് പറഞ്ഞ് അത് യഥാർത്ഥത്തിൽ ഈ സിഹറുകളായിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ആ പ്രവാചകനെ, അദ്ദേഹം പരിശുദ്ധനായിരുന്നു, പവിത്രനായിരുന്നു, ഉത്തമനായിരുന്നു, ഈ പറഞ്ഞ പണികൾ ചെയ്തിട്ടല്ല. സുലൈമാൻ നബി കാഫിറായിട്ടില്ല. ശൈത്താന്മാരാണ് സിഹറും കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ട് കാഫിറുകളായത്. അതേപോലെ ബാബിലോണിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഹാറൂത്ത് മാറൂത്ത് എന്ന് പറയുന്ന രണ്ട് മലക്കുകളെ അല്ലാഹു തആല മനുഷ്യർക്ക് പരീക്ഷണാർത്ഥം ഇറക്കിയിട്ട് അവർ സിഹർ പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറായ ആളുകൾ. പക്ഷേ അത് പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ മുമ്പ് അവർ ജനങ്ങളോട് പറയുമായിരുന്നു, ഈ ആളുകളോട് ഞങ്ങളൊരു പരീക്ഷണമായിട്ട് വന്നതാണ്,
നിങ്ങളിത് പഠിക്കരുത്. ഇത് പഠിച്ചാൽ അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളിൽ ഛിദ്രതയുണ്ടാകും, ഭാര്യയും ഭർത്താക്കന്മാർ തമ്മിൽ തെറ്റിക്കും, കുടുംബങ്ങൾ തകർക്കും, ഇങ്ങനത്തെ ഫിത്നകളാണ്. ഒരിക്കലും ഇത് പഠിച്ച് നിങ്ങൾ കാഫിറുകളാകരുത് എന്ന് താക്കീത് നൽകിയിരുന്നു. പക്ഷെ വീണ്ടും ഒരാൾ പറയാം, അല്ല പഠിക്കണം, ഞങ്ങൾക്കത് ചെയ്യണം, അറിയണം എന്ന് പറഞ്ഞാൽ പരീക്ഷണം എന്നുള്ളതൊക്കെ അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം ഇവരത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ചുരുക്കത്തിൽ സിഹർ എന്ന് പറയുന്നതിന് യാഥാർത്ഥ്യമുണ്ട് എന്നും അതുകൊണ്ട് ഈ പറയുന്ന ഉപദ്രവങ്ങൾ മനുഷ്യർക്ക് അതുകൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതും പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി, ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ വേർതിരിക്കുന്ന നിലക്കുള്ള കാര്യങ്ങൾ ഈ പറയുന്ന മലക്കളിൽ നിന്ന് അവർ പഠിക്കുമായിരുന്നു. അത് പരീക്ഷണമായിട്ട് അള്ളാഹു നൽകിയതായിരുന്നു. ചുരുക്കത്തിൽ സിഹർ അതിനൊരു ഹഖീഖത്തുണ്ട്, യാഥാർത്ഥ്യമുണ്ട്. ഖുർആൻ അത് കൃത്യമായി അടിവരയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നത് സിഹർ 2 ഇനമാണ് എന്ന് തഖ്യീൽ എന്ന് പറഞ്ഞ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അദ്ദേഹവുമായി മത്സരത്തിന് വന്ന ഫിർഔനിൻ്റെ സാഹിര്യങ്ങൾ അവർ ആ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു. തഖ്യീൽ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ അത് ഇന്നതാണ് എന്നുള്ള രൂപത്തിൽ തോന്നിപ്പിക്കുന്ന മാജിക്, കൺകെട്ടി എന്നൊക്കെ രൂപത്തിൽ നമ്മുടെ നാടുകളിലൊക്കെ ഒന്ന് പരിചിതമായ പല ആളുകളും കുട്ടികളും മറ്റൊക്കെ ഈ സ്ഥാപനങ്ങൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ നിന്ന് അത് കാണാനും വാലിനും കൊണ്ടുപോകുന്ന ഹറാമാണത്. അത് പഠിക്കാനോ അത് കാണാനോ ആ സദസ്സിൽ പോകാനോ ഒരിക്കലും പാടില്ലാത്ത തെറ്റാണ്. പക്ഷേ അത് വലിയൊരു വിഷയമായിട്ട് പ്രചരിപ്പിക്കുന്ന തഖ്യീൽ എന്ന് പറയുന്ന സിഹറുണ്ട്. അത് പാമ്പ് വടിയെ കാണുന്ന സമയത്ത് അത് പാമ്പായി തോന്നുന്നു. കാലിയായ ഒരു പാത്രത്തിൽ നിന്ന് ഒരുപാട് കാശുകളും വിഭവങ്ങളും പുറത്തേക്ക് വരുന്നു. കുറച്ച് പേപ്പറുകൾ, വെള്ള പേപ്പറുകൾ കറൻസിയായി അവർ കാണിക്കുന്നു. ഒരാൾ വെട്ടിമുറിച്ചിട്ട് മേശയുടെ 2 ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി പിന്നെ അത് ഒരുമിച്ച് കൂട്ടി ജീവൻ നൽകും. ഇതുപോലെ തഖ്യീലിയായ കൺകെട്ടി എന്നുള്ള നിലക്കാണ് സാധാരണക്കാരായ ആളുകൾ പറയാം. ആളുകളുടെ കാഴ്ചയിൽ ചില കാര്യങ്ങൾ തോന്നിപ്പിക്കലാണ്. അതായിരുന്നു മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ മത്സരിക്കാൻ വന്ന സാഹചര്യങ്ങൾ ചെയ്തിരുന്നത്. ആ സിഹറിനെ കുറിച്ച് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജാഉ ബിസിഹ്റിൻ അളീം, വലിയ വലിയ ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന, ആളുകളെ പേടിപ്പെടുത്തുന്ന നിലക്കുള്ള സിഹറുമായിട്ടാണ് അവർ വന്നത്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു ഫഔജസ ഫീ നഫ്സിഹി ഖീഫത മൂസ, ആ പറയുന്ന അവരുടെ വടികളും കയറുകളും അത് പാമ്പുകളായി വന്നത് ആ രംഗം കണ്ടപ്പോൾ മനുഷ്യ സഹജമായ നിലക്ക് ഉലുൽ അസ്മിൽപ്പെട്ട മഹാനായ പ്രവാചകന്റെ മനസ്സിൽ ഭയം പിടിപെട്ടു എന്ന് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇമാം സാദി റഹ്മത്തുള്ളാഹിലേക്ക് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അങ്ങനെ തന്നെ ആ വിഷയം പറയുന്നത്. മനുഷ്യ സഹജമായൊരു ഭയം മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് പിടിപെട്ടു. ഇമാം ബഗവി റഹ്മഹുള്ള പറയുന്നു, മൂസാ നബിക്ക് അങ്ങനെ പേടി അനുഭവപ്പെട്ടതാണ്, അതല്ലെങ്കിൽ ഈ ഫിത്ന കണ്ടിട്ട് ജനങ്ങൾ അപകടത്തിലാകുമോ എന്നുള്ള ഭയം അദ്ദേഹത്തിന് പിടികൂടി. രണ്ട് അഭിപ്രായങ്ങളും സലഫികളായ മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അത്ര വലിയ സിഹർ, കൺകെട്ട്, ജാലവിദ്യ, മാജിക് അത് കൊണ്ടുവന്നിട്ട് തന്നെ ഇങ്ങനെ അനുഭവപ്പെട്ടു എന്നുള്ളത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ ആ പ്രവാചകനെ സമാധാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള വടികളും നിങ്ങളുടെ കയ്യിലുള്ള വടി അവിടെ ഇടാൻ പറഞ്ഞു. ഇന്നക അൻതൽ ആല ഇന്നക അൻത വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അത, ഈ പറയുന്ന സാഹിറന്മാർ എവിടെ ചെന്നാലും അവർക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുമായി ബന്ധമുള്ള, അള്ളാഹുവിലേക്ക് അഭയം തേടുന്ന അവൻ്റെ മുഅ്മിനീങ്ങളായ അടിമകളുടെ മുന്നിൽ എത്ര വലിയ സാഹിർ ഏതുമായി വന്നാൽ പോലും അവർക്ക് വിജയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നാണ്. പക്ഷേ മുഅ്മിനീങ്ങളായ ആളുകൾ അതിനുള്ള കൃത്യമായ പരിഹാരം എന്നുള്ള നിലക്ക് റുഖിയ ശർഇയ്യയിലേക്കും അള്ളാഹുവിലേക്ക് അഭയം തേടാനും അള്ളാഹുവിനോട് സഹായത്തെ തേടാനും തയ്യാറാവണമെന്ന് മാത്രം. അതല്ലെങ്കിൽ ഈ പറയുന്ന ഷയാത്തീനുകൾ, മനുഷ്യ ജിന്നുകളിലുള്ള ഷയാത്തീനുകൾ ഇവരെ അപകടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ സിഹറിൻ്റെ കാര്യത്തിലൊക്കെ ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ അതിൻ്റെ നിർവചനം പറഞ്ഞതുപോലെ അത് ചില ഏലസുകൾ, ഐക്കല്ലുകൾ, ചില മന്ത്രങ്ങൾ, ചില ചരടുകളിൽ നൂലുകളിലുള്ള കെട്ടുകൾ, അത് മനുഷ്യരുടെ ശരീരങ്ങളിലും അവരുടെ മനസ്സുകളിലും അതിൻ്റെ ഫലനങ്ങൾ, അതുകൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാക്കും. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ അതാണ് താൻ. നേരെ മറിച്ച് ഫഖ്റുദ്ദീനുർ റാസിനെ പോലത്തെ ഇൽമുൽ കലാമിൻ്റെ മുഅ്തസിലി വിശ്വാസക്കാര അശ്അരികൾ പറയുന്നത് സിഹറിനൊരു യാഥാർത്ഥ്യമില്ല. ആ പറയുന്ന കിതാബുകളും ഗ്രന്ഥങ്ങളും അത് പഠിച്ച ആളുകളുടെ അധ്യാപനങ്ങളും പഠിച്ചതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ സിഹറില്ല എന്ന് പറയുന്നത്. കൊല്ലത്ത് നമ്മളൊരു ക്ലാസ്സിൽ ചെന്ന സമയത്ത് ഒരു സഹോദരനോട് ഒരു സംശയം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹർ പറ്റിയെന്ന് എങ്ങനെ പറയാം? റസൂൽ സാഹിറല്ലല്ലോ, കാഫിരീങ്ങൾ റസൂലിനെ വിമർശിച്ചതല്ലേ സാഹിർ എന്ന് പറഞ്ഞത്, പിന്നെങ്ങനെ നമ്മൾ റസൂലിന് സിഹർ പറ്റിയെന്ന് പറയാം? ഞാൻ പറഞ്ഞു, ഇമാം ബുഖാരി, മുസ്ലിം റഹിമഹുമുള്ള റസൂലിന് സിഹർ പറ്റിയത് വളരെ വ്യക്തമായി ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റസൂൽ സാഹിറല്ല, കുഫാറുകൾ റസൂലിനെ വിമർശിച്ച് സാഹിറല്ല എന്നുള്ളത് എന്ന് കരുതി റസൂലിന് സിഹർ പറ്റൂല എന്നുള്ളതില്ല. അത് ഖുർആനും സുന്നത്തും തമ്മിൽ വിരുദ്ധമാണെന്നുള്ള എവിടെയുള്ളത്? റസൂലിനെ കുറിച്ച് മുശ്രിക്കീങ്ങൾ പറഞ്ഞു സാഹിറാണ്, അല്ല റസൂൽ സാഹിറല്ല. അത് വിഷയം വേറെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹർ പിടിപെട്ടു, അത് സഹിയായ ഹദീസുകളുണ്ട്. പക്ഷെ ഇത് ഉൾക്കൊള്ളാൻ
ഈ പറയുന്ന ഗ്രന്ഥങ്ങളും അധ്യാപനങ്ങളും ഇൽമുൽ കലാമിൻ്റെ അഖ്ലാനിയത്ത് പഠിച്ച ആളുകൾക്ക് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഈ മുഅ്തസിലിയൻ വിശ്വാസങ്ങളാണ് ഇവിടെ ഈ പറയുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ സിഹറിനൊക്കെ നിഷേധിക്കുന്ന ആളുകൾ പലപ്പോഴും അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഏതാണെങ്കിലും സിഹർ ഒന്ന് തഖ്യീലി, ആ പറയുന്ന തഖ്യീലി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മനസ്സിൽ പോലും പേടിയും ഭയമുണ്ടാകുന്ന രൂപത്തിൽ അവർ ചെയ്ത സാഹചര്യങ്ങൾ ചെയ്ത കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനോട് പറഞ്ഞു, അൽഖി മാ ഫീ യമീനിക്, നിങ്ങളുടെ കയ്യിലുള്ള വടിയെടുത്തോളി, തൽഖഫ് മാ സനഉ, അവരുടെ കയറുകളും അവരുടെ വടികളും ആ താഴ്വാരത്തിൽ കൂടെ ആ പ്രദേശത്ത് ആ ഗ്രൗണ്ടിൽ പൂർണ്ണമായി ഓടി നടക്കുന്നതിന് മുഴുവനും അദ്ദേഹത്തിൻ്റെ ആ വടി പാമ്പായി അത് മുഴുവത്തിനും വിഴുങ്ങി എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥ സാഹചര്യങ്ങൾക്ക് ആ പറയുന്ന അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ ഒറിജിനലാണ്, നമ്മളെടുത്തുള്ളത് അത് ഡ്യൂപ്ലിക്കേറ്റാണ്, ആളുകളെ അത് വഞ്ചിക്കാൻ വേണ്ടി ചെയ്തതാണ്. അവർ ആ സത്യം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വന്ന് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിക്കുകയും ചെയ്തു. ഹദീസിൽ കൂടെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ പിടിപെട്ട കാര്യം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം പറയുന്നു. ബനൂ സുറൈഖ് ഗോത്രത്തിൽപ്പെട്ട ലബീദ് ബിനുൽ അഅസം എന്ന് പറയുന്ന ജൂതനായ മനുഷ്യനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ചെയ്തത്. അങ്ങനെ പ്രവാചകന്റെ ഹൃദയത്തിനത് ബാധിച്ചില്ല എന്നുള്ളത്, ശാരീരികമായി ബലഹീനത അനുഭവപ്പെട്ടു. പ്രവാചകൻ നല്ല ശക്തമായ ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ ഉടമയായിരുന്നു. ഭാര്യമാരെ സമീപിക്കുന്ന കാര്യത്തിലൊക്കെ അവർക്കത് കൃത്യമായി അറിയുകയും ചെയ്യുമായിരുന്നു. സിഹ്ർ പിടിപെട്ട സമയത്ത് പ്രവാചകൻ ഭാര്യമാരുടെ അടുത്തേക്ക് പോകും, പക്ഷേ ചെയ്യാൻ കഴിയൂല, സാധിക്കാത്ത ഈ പറയുന്ന ബലഹീനത പ്രവാചകൻ അനുഭവപ്പെട്ടു. 6 മാസത്തോളം ഈ ദുരിതം പ്രവാചകൻ അനുഭവപ്പെട്ടു എന്നുള്ളത് അള്ളാഹുവിൻ്റെ പരീക്ഷണം എന്നുള്ള നിലക്കും മനുഷ്യരായ നമുക്ക് ഈ പറയുന്ന ഖുറാഫികളുടെ മുന്നിൽ പ്രവാചകൻ മനുഷ്യ സഹജമായ എല്ലാവിധ കാര്യങ്ങളുമുള്ള മനുഷ്യനാണ്, റബ്ബും ഇലാഹുമല്ല എന്ന് അവരോട് തെളിവ് സഹിതം പറയാൻ വേണ്ടി മനുഷ്യർക്കുണ്ടാകുന്ന രോഗങ്ങളും അസുഖങ്ങളും വിഷം തട്ടൽ, സിഹ്ർ തട്ടൽ, മറ്റുള്ള കാര്യം ഇതൊക്കെ പ്രവാചകനും അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹ്യുമായി ബന്ധപ്പെട്ട്, തബ്ലീഗുമായി ബന്ധപ്പെട്ട്, ഹൃദയവുമായി ബന്ധപ്പെട്ട ഒരു പ്രയാസങ്ങളും ഈ സിഹ്ർ കൊണ്ടുണ്ടായില്ല എന്നുള്ളതാണ്. ശാരീരികമായി ഭാര്യമാരെ സമീപിക്കാൻ പോകുന്ന സമയത്ത് ആ ശക്തി നഷ്ടപ്പെട്ട് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അതങ്ങനെ അതുപോലെ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിനോട് ധാരാളം ദുആ ചെയ്തു പ്രവാചകൻ. ദഅ വ ദഅ എന്നാണ് ഹദീസിൽ. അള്ളാഹുവിനു ലാകിന്നഹു ദഅ വ ദഅ, നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്തു. അങ്ങനെ സുമ്മക്കാല, പിന്നെ പ്രവാചകൻ ഒരിക്കൽ പറയാണ്, ഒരു രാത്രി ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലുള്ള സമയത്ത്, അശഅർതി അന്നല്ലാഹ അഫ്താനി ഫിമസ്തഫ്തിഹു, ഞാൻ അള്ളാഹുവിനോട് പരിഹാരം ചോദിച്ച കാര്യത്തിൽ അള്ളാഹു എനിക്ക് പരിഹാരം നൽകിയ വിവരം നീ അറിഞ്ഞു ആയിഷ. സന്തോഷം കൊണ്ട് 2 ആളുകൾ എൻ്റെ അടുത്ത് വന്നു, അഥവാ മലക്കുകൾ മനുഷ്യരൂപത്തിൽ. അതിൽപ്പെട്ട ഒരാൾ എൻ്റെ തലയുടെ ഭാഗത്തും മറ്റൊരാൾ കാൽ ഭാഗത്തും ഇരുന്നു. ഒരാൾ പറഞ്ഞു, ഈ മനുഷ്യന് എന്താണ് പറ്റിയത്, എന്താണ് ഇദ്ദേഹത്തിൻ്റെ അസുഖം? ഒരാൾ മറുപടിയാണ്, മത്ബൂബൻ മസ്ഹൂർ, ഇദ്ദേഹത്തിന് സിഹ്റാണ് പിടിപെട്ടത്. ആരാണ് സിഹ്ർ ചെയ്തത്? ലബീദ് ബിനുൽ അഅസം എന്ന് പറയുന്ന ജൂതനാണ്. എന്തിനാണ് സിഹ്ർ ചെയ്തത്? ഫീ മുഷ്തിൻ വ മുഷാത്തത്തിൻ വജുഫിതൽ ഇനഖലത്തിൻ ദക്കർ, ഈ ചീർപ്പിൻ്റെ പല്ലുകൾ ചീർപ്പ് കൊണ്ട് ചീകുന്ന സമയത്ത് താടിയിൽ നിന്നും മുടിയിൽ നിന്നും താഴെ വീഴുന്ന രോമങ്ങൾ, മുടികൾ, അതേപോലെ തന്നെ ആൺപൂക്കൊലയിൽ നിന്നുള്ള ഈത്തപ്പന കൊലയുടെ കൂമ്പാളയിൽ അതിൻ്റെ കൊല നിൽക്കുന്ന ചെറിയ ആ പാളയുണ്ടാകും, അതിൽ കെട്ടി വരിഞ്ഞിട്ട് അവർ സിഹ്ർ ചെയ്തതാണ്. വൈനഹുവ, എവിടെയാണത് കൊണ്ടുപോയി വെച്ചത്? ഫി ബിഇരി ദർവാൻ, മദീനയിൽ അറിയപ്പെട്ട ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറ്റിൽ ഇത് കൊണ്ടുപോയി താത്തി അതിൻ്റെ മുകളിൽ വലിയ ഒരു മാവ് കുഴക്കുന്ന കല്ല് അതിൻ്റെ മുകളിൽ കയറ്റി വെക്കുകയും ചെയ്തിരുന്നു. അത് ചീഞ്ഞ് നശിച്ച് ദുഷിച്ച് എന്ന് പോകുന്നത് വരെ ഈ മനുഷ്യൻ ഈ പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ട് ജീവിതകാലം മുഴുവനും മരണത്തിന് ശേഷം വരെ അത് ചീഞ്ഞു പോകാത്ത അവസ്ഥയാണെങ്കിൽ ഇതാണ് സിഹ്റിൻ്റെ, ഇതാണ് ഈ പറയുന്ന ആളുകൾ ചെയ്യുന്ന ഉപദ്രവങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്തു, അള്ളാഹുവിലേക്ക് മുന്നിട്ടു, റുഖിയ നടത്തി, അള്ളാഹുവിനോട് സഹായത്ത് തേടിയപ്പോൾ കൃത്യമായ പരിഹാരം വന്നു. അങ്ങനെ സഹാബത്തിൽപ്പെട്ട കുറച്ച് ആളുകളെയും കൂട്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങോട്ട് പോയി. അവിടെ ചെന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അനുഭവം പറയാണ്. യാ ആയിഷ കഅന്നമാഅഹ നുഖാഅത്തുൽ ഹിന്ന, ആ കിണറ്റിലുള്ള നല്ല വെള്ളം ഈ സിഹറിൻ്റെ ഫലം കാരണം മൈലാഞ്ചി കലക്കിയിട്ട് ചുവന്ന അത്രയും ആ നിറത്തിലുള്ള ഒരു വെള്ളം പോലെയായിട്ടുണ്ട്. മൈലാഞ്ചി കലക്കി വെച്ചാൽ അതിൻ്റെ വെള്ളം പോലെ ചുവന്ന വെള്ളമായിരിക്കുന്നു. അതേപോലെ തന്നെ കഅന്ന റൂസ നഖ്ലിഹ റൂസ ഷയാത്തീൻ, ആ കിണറിൻ്റെ പരിസരത്തുള്ള തോട്ടത്തിലുള്ള ഈത്തപ്പന മരങ്ങളൊക്കെ അതിൻ്റെ പട്ടകളും ഇലകളും നുരുമ്പിച്ച് പിശാചിൻ്റെ തല പോലെ കിടക്കുന്നുണ്ട്. അത്രത്തോളം ഗൗരവമായ സിഹ്റായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിന് ഈ പറയുന്ന ജൂതൻ, ദുഷ്ടനായ മനുഷ്യൻ ചെയ്തത്. അലൈഹി ലആഇനുള്ള. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അഫല അസ്തഖ്റജതഹു, നിങ്ങളത് പുറത്തേക്കെടുത്തോ, നശിപ്പിച്ചോ?
എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂൽ അള്ളാഹു എനിക്ക് ആശ്വാസം നൽകി, ആളുകൾക്ക് ഇത് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് അതിൻ്റെ രൂപം കാര്യങ്ങൾ വിവരിച്ച് അവർക്ക് ഫിത്ന ഉണ്ടാകണ്ട എന്ന് കരുതി ആ കിണറടക്കം മൂടിക്കളയാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിച്ചു. അപ്പോൾ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിൽ വളരെ കൃത്യമാണ് സിഹറുണ്ട് എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സിഹർ പിടിപെട്ടിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി ഇതിൽ പറയുന്നു. അതേപോലെ സിഹർ, യഥാർത്ഥ സിഹർ, ആ സിഹറിൻ്റെ കാര്യം മുമ്പ് പറഞ്ഞ സൂറത്തുൽ ബഖറ ആയത്തിലും അതുപോലത്തുള്ള മറ്റുള്ള ഹദീസുകളും ആയത്തുകളും കൃത്യമാണ്. ഉയൂനിൻ്റെ കാര്യം, ഉയൂന് കണ്ണീറിൻ്റെ വിഷയമാണെങ്കിൽ കണ്ണീറിൻ്റെ വിഷയം അത് വളരെ വ്യക്തമായ കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും തെളിവായിട്ട് നമുക്ക് പറയാനുള്ളത് കണ്ണീറുണ്ട്. പല ആളുകളും അത് നിഷേധിക്കും. അൽ ഐനു ഹഖ്കുൻ, അല്ലാഹുവിൻ്റെ റസൂൽ കണ്ണീർ സത്യമാണ്. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്ന അദ്ദേഹത്തിൻ്റെ മക്കളെ ഫലസ്തീനിൽ നിന്ന് ഭക്ഷണം വാങ്ങാൻ വേണ്ടി മിസ്രിലേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം ആ മക്കൾക്ക് കൊടുത്ത ഉപദേശം ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ, മക്കളെ ഒരൊറ്റ കവാടത്തിൽ കൂടെ നിങ്ങൾ പട്ടണത്തിലേക്ക് കടന്നു ചെല്ലരുത്. മിസ്രിന് 4 കവാടുണ്ടായിരുന്നു ആ പട്ടണത്തിന്. 4 വഴിയിൽ കൂടെ നിങ്ങൾ കൂട്ടം തെറ്റിയിട്ട് കടന്നു പോകണം. എല്ലാവരും കൂടി ഒരൊറ്റ കവാടത്തിൽ കൂടെ കടന്നു പോകരുത്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ പേരമകൻ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മക്കളോട് പറയാണ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ, വിഭിന്നമായ വാതിൽ കൂടെ കടന്നു പോകുക. വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ഷൈ, അള്ളാഹു എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും നിങ്ങൾക്ക് സംരക്ഷണം സഹായം ചെയ്യാൻ കഴിയൂല. അള്ളാഹുവിൻ്റെ ഖദറിനെ തടുക്കാനും തട്ടാനും അല്ല ഞാൻ അത് പറയുന്നത്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, തീരുമാനം അത് അള്ളാഹുവിന് മാത്രമാണ്. അലൈഹി തവക്കൽതു അലൈഹി ഫല്യതവക്കലിൽ, ശരിയായ മുവഹിദായ അള്ളാഹുവിൽ തവക്കുലുള്ള, അള്ളാഹുവിൽ കൃത്യമായി പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെ മഹാനായ പ്രവാചകൻ തൻ്റെ മക്കൾക്ക് ഈ ഉപദേശം കൊടുത്തു. ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ, ബഗവി, സഅദി ഇതുപോലത്തെ അഹ്ലുസുന്നയുടെ മുഫസ്സിരീങ്ങൾ മുഴുവനും അവർ പറയാണ് ഫഇന്നഹു കമാ ഖാല ഇബ്നു അബ്ബാസിൻ വമുഹമ്മദ് ഇബ്നു കഅബിൻ വമുജാഹിദിൻ വല്ലഹാക്കി വഖതാദ വസുദ്ദി, ഇതൊക്കെ മുഫസ്സിറുകളാണ്, അറിയപ്പെട്ട ഇമാമിങ്ങളാണ്. അവരൊക്കെ പറയുന്നത് ഇന്നഹു ഖശിയ അലൈഹിമുൽ ഐൻ, തൻ്റെ മക്കൾക്ക് കണ്ണീർ തട്ടും എന്നാണ് യാക്കൂബ് നബി ഭയപ്പെട്ടത്. അത് പേടിച്ചിട്ടാണ് ഇങ്ങനത്തെ ഉപദേശം കൊടുത്തത്. എന്താണ് മക്കൾക്ക് കണ്ണീർ തട്ടാൻ കാരണം? വദാലിക അന്നഹും കാനൂ ദു ജമാലിൻ വഹൈഅത്തിൻ ഹസന, മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അഴകുള്ള ആളുകളായിരുന്നു യൂസുഫ് നബിയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും യാക്കൂബ് നബിൻ്റെ പുത്രന്മാർ. അതേപോലെ തന്നെ നല്ല ഗാംഭീര്യമുള്ള, പ്രസന്നതയുള്ള, ആര് കണ്ടാലും തുറിച്ചു നോക്കുന്ന സൗന്ദര്യത്തിൻ്റെ യുവത്വം തുളുമ്പുന്ന ആൾ. ഒരു മനുഷ്യന് 11 മക്കൾ, ഒരൊറ്റ പിതാവിന് ഇതുപോലത്തെ ജംഠന്മാരായ 11 മക്കൾ ഒരൊറ്റ വഴിയിൽ കൂടെ കടന്നു വരികയാണെങ്കിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ബോധം കെട്ടു വീഴുന്ന നിലക്കുള്ള സൗന്ദര്യവും ഗാംഭീര്യവും യുവത്വവും അള്ളാഹു കൊടുത്തിരുന്നു. ആ പിതാവിന് കൃത്യമായിട്ട് കാര്യം അറിയുമായിരുന്നു. ആളുകൾ കണ്ണീർ തട്ടിട്ട് ഈ പാവങ്ങളെ തകർക്കും, നശിപ്പിക്കുമെന്ന് കണ്ണീർ സത്യമാണ്. കുതിരൻ്റെ പുറത്തു പോകുന്ന പോരാളിയെ അതിൻ്റെ മുകളിൽ നിന്ന് അടിയേക്ക് ചാടിക്കാൻ കണ്ണീറിന് കഴിയും. അത്ര ശക്തിയുള്ള സാധനം. നമ്മൾ അന്ധവിശ്വാസത്തിലേക്ക് പോകില്ല. തവക്കുൽ വേണം, അള്ളാഹുവിൽ പ്രതീക്ഷ വേണം. പക്ഷേ സത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് നമ്മൾ അംഗീകരിക്കുമ്പോൾ മറ്റൊന്നിനെ നിഷേധിക്കാൻ പോകാൻ പാടില്ല. വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തവക്കുലുണ്ട്, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയൂല എന്നൊക്കെ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകനെ ഈ കാര്യങ്ങൾ പറഞ്ഞ് പ്രശംസിക്കുന്നുണ്ട്. ഇന്നഹു ലദു ഇൽമിൻ ലിമാ അല്ലംനാ, അദ്ദേഹത്തിന് നല്ല അറിവുള്ള വ്യക്തിയായിരുന്നു യാക്കൂബ് നബി. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, അങ്ങനെയല്ല ആയത്തിൻ്റെ അവസാനം? ബഹുഭൂരിഭാഗം ആളുകൾ വിഡ്ഢികളായി ജീവിക്കുന്നത്. ദീനിൻ്റെ കാര്യം അറിയില്ല, ദുന്യാവിൻ്റെ കാര്യം, സ്വന്തം കാര്യം അറിയില്ല, ആരോഗ്യത്തിൻ്റെ കാര്യം അറിയാത്ത ആളുകളാണ് ബഹുഭൂരിഭാഗം ആളുകൾ എന്ന് അള്ളാഹു തആല പറയുന്നത്. യാക്കൂബ് നബിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രശംസിക്കുകയാണ്. ഖുർത്തുബി റഹ്മഹുള്ള ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മിസ്രിലേക്ക് ഒറ്റ ഭാഗത്തിൽ കൂടെ പോകരുതേ എന്ന് പറഞ്ഞു. 11 മക്കളേനു. അപ്പം ഈ അഴകും അവരുടെ ഗാംഭീര്യവും അവരുടെ യുവത്വവും കണ്ടാൽ ഈ പ്രയാസം ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ ആ 6-7 അദബുകൾ കാര്യങ്ങൾ ഇവിടെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കണ്ണീർ കണ്ട ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്യാൻ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ബാറക്കല്ലാഹു ഫീക് അല്ലാഹുമ്മ ബാരിക് എന്ന് പറയണം. ചില ആളുകൾക്ക് മുഴുവൻ തമാശ, ചില ആളുകൾക്ക് നല്ലൊരു ഉടുപ്പിട്ടാൽ അതിനൊരു തമാശ, നല്ലൊരു ഷൂട്ടായതിന് തമാശ, നല്ലൊരു കുട്ടീനെ മുന്നിൽ കണ്ടു, ഇതില്ല. ഇത് മുസ്ലിമീങ്ങളായ നമ്മുടെ ആദാബിൽപ്പെട്ടതല്ല, ഒരിക്കലുമല്ല. ഈ പറയുന്ന വ്യക്തി പിന്നെ ആ കുഞ്ഞിനെ കൊണ്ട് വീട്ടിൽ ചെന്നു എന്നുണ്ടെങ്കിൽ അവൻ സഹിക്കുന്ന ദുരിതങ്ങൾ രാത്രി സമയത്ത്, എന്നിട്ട് കുഞ്ഞ് കരഞ്ഞു എന്നുണ്ടെങ്കിൽ മാതാവും പിതാവും കൂടി വണ്ടി എടുത്തു, ഡോക്ടറെ കണ്ടു, വിളിച്ചുണർത്തി പോയി. രാവിലെ വന്ന് ഞാൻ കുട്ടിൻ്റെ കരച്ചിലോട് നിൽക്കൂല, അനുഭവപ്പെട്ട പ്രയാസത്തിന് പരിഹാരം ഉണ്ടാകൂല. ഈ പറയുന്ന വിഷയത്തിന് കൃത്യമായ പരിഹാരം അതല്ല താനും.
അതിനുള്ള പരിഹാരങ്ങൾ ഈ പറഞ്ഞ മുഅവ്വിദത്തൈനും ഇബ്രാഹിം നബി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊക്കെ ചെയ്തതുപോലത്തെ റുഖിയാണ്. കുട്ടി ഉറങ്ങും, മാതാവിനും പിതാവിനും ഉറങ്ങുക, പ്രയാസം ഉണ്ടാവില്ല. അതും അറിയില്ല, ഇതും അറിയില്ല. തൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ കുട്ടിനെ കണ്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സുന്ദരനായ ഒരു കുഞ്ഞിനെ കണ്ടിരിക്കൽ. ശേഷം പറയുന്നുണ്ട്, സമയമല്ല, സുന്ദരനായ ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ചില കുട്ടികൾ ചിരിക്കുമ്പോൾ മുഖത്ത്, കവളിൽ, അതേപോലെ താടിക്കൊക്കെ ഒരു കുഴിയുണ്ടാകും. അതിൽ പ്രത്യേക രസമാണ്, സൗന്ദര്യമാണ്. അത് കണ്ടപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദസ്തിമു ഹാദൽ ബലദ്, ഈ കുട്ടിൻ്റെ ആ പറയുന്ന കുഴി നിങ്ങൾ എന്തെങ്കിലും ചായം കൊടുത്ത് കാണും, മൂടിക്കളഞ്ഞളി. ആളുകൾ കണ്ടിട്ട്, കണ്ണീർ കണ്ടിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാക്കണ്ട, കണ്ണീർ തട്ടുക കുട്ടിക്ക്. ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹിനടുക്ക ഫത്വ ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഖദറിനെ തട്ടാൻ വേണ്ടിയിട്ടല്ല, അത് കണ്ണീർ തട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് ഹറാമാണ്, പാടില്ല. പക്ഷേ ആളുകളെ ഈ സൗന്ദര്യം മറച്ചുകൊണ്ട് ആളുകളെ മുന്നിൽ കാണിക്കുക എന്നല്ല, ആ ഉദ്ദേശത്തോടാണെങ്കിൽ അത് ഹലാലാണ്. വസ്ത്രത്തിൻ്റെ കാര്യത്തിലോ അതല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ കണ്ണീർ തട്ടാക്കാൻ ചില കുട്ടികൾക്ക് ഒരു കുത്തു കൊടുക്കുന്ന, അതല്ല വിഷയം കേട്ടോ, അത് ഹറാമാണ്, അത് ഹറാമാണ്. അതല്ല, ഈ പറയുന്ന സൗന്ദര്യം മറച്ചുകൊണ്ട് ആളുകളുടെ മുന്നിൽ പോകുക എന്നുള്ളത് അത് അനുവദനീയമാണ്, അത് അഭികാമ്യമാണ്, ആവശ്യമുള്ള വിഷയങ്ങളാണ് എന്നത്. ആ കാര്യങ്ങൾ ചില ആളുകൾ നിയമത്തുകൾ എന്തെങ്കിലും കണ്ടു കിട്ടിയത് മുഴുവൻ സെൽഫിയാണ്, മുഴുവൻ അയക്കലാണ്. എന്നിട്ട് അതിൻ്റെ ദുരിതങ്ങൾ കുടുംബങ്ങളിലെത്ര ഇതിനൊക്കെ ചില ആളുകൾ നമ്മളോട് പറഞ്ഞ കുടുംബങ്ങൾ തകർച്ച വന്നതൊക്കെ വളരെ ദുരിതപൂർണമായ വിഷയങ്ങളുണ്ട്. അപ്പോൾ ബർക്കത്ത് കൊണ്ട് ദുആ ചെയ്യുക. ആ ഒരു ശീലത്തിലേക്ക് നമ്മൾ വരുന്നതാണ്. നമ്മുടെ നോട്ടം കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാവാൻ ഇടവരരുതേ, ഒരു ഇട നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവരുതേ. ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്യുക. വലിയ ആളുകളിലേറെ ചെറിയ ആളുകൾക്ക് കണ്ണീർ കൂടുതൽ തട്ടും എന്നുള്ളതൊക്കെ പണ്ഡിതന്മാർ പലപ്പോഴും പറയലുണ്ട്. അസ്മഈ റഹ്മഹുള്ള അദ്ദേഹത്തിനുണ്ടായ ചില അനുഭവങ്ങൾ ചില വിഷയത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ പറ്റുന്ന കണ്ണീർ, യക്കാദുല്ലദീന കഫറൂ ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം, സത്യനിഷേധികൾ അവരെ കണ്ണുകൾ കൊണ്ടിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ണീർ തട്ടിക്കാനായിക്കോണോ സൂറത്ത് ഖാഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഖലമിൽ അല്ലാഹു റസൂലിനോട് പറയുന്നുണ്ട്. മുഫസ്സിറുകൾ അവിടെ പറഞ്ഞു, ഫീ ഹാദിഹിൽ ആയത്തി ദലീലുൻ അലാ അന്നൽ ഐന ഇസാബത്തുഹാ വതഅ്സീറുഹാ ഹഖ്ഖുൻ, കണ്ണീർ തട്ടും അതുള്ളത് തന്നെയാണ്, അത് സത്യമാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ അനുവാദം കൽപ്പന പ്രകാരം അത് നിഷേധിക്കേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമ, കണ്ണീർ തട്ടി അതേപോലെ തന്നെ വിഷം തേണ്ടിയാൽ ആ പറയുന്ന സാധനത്തിന് അതിന് റുഖിയുണ്ട്. വേറെ ഹദീസിൽ പറഞ്ഞു, അൽ ഐനു ഹഖ്ഖുൻ വലൗ കാന ഷൈഉൻ സാബഖൽ ഖദറ സബഖത്തിൽ ഐൻ, ഖദറിനെ മുൻകടക്കുകയാണെങ്കിൽ ഐന് അതിന് മാത്രം അതിന് ശക്തിയുണ്ട്. വഇദ തുസിൽതും ഫഗ്സിലു, നിങ്ങളോട് കഴുകിത്തരാൻ വേണ്ടി പറയുകയാണെങ്കിൽ നിങ്ങൾ ശരീരം കഴുകി കൊടുക്കണം. ഹദീസുകളിൽ വന്നു. മറ്റൊരു സ്ഥലത്ത് ഹദീസിൽ വന്നു, അൽ ഐനു ഹഖ്ഖുൻ ലതൂരിദുർ റജുല അൽ ഖബർ, മനുഷ്യനെ ഖബറിലേക്ക് കൊണ്ടുപോകും കണ്ണീർ, അവനെ മരിപ്പിക്കും. വൽ ജമല അൽ ഖിദർ, നല്ല നിലക്ക് നടന്നു പോകുന്ന ഒട്ടകത്തിനെ കലത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ള രോഗിയാണ്, ചാവുനീരെടുക്കുക അറുക്കുക എന്ന് പറഞ്ഞിട്ട് അറുത്തുപയോഗിക്കും കലത്തിലേക്ക്. വ ഇന്ന അക്സറ ഹലാക ഉമ്മത്തി ഫിൽ ഐൻ, എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് കണ്ണീർ കാരണമാണ്. എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് കണ്ണീർ കാരണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹീഹായ ഹദീസുകൾ ഈ വിഷയമായി വന്നതുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഹസദ്, അസൂയൻ്റെ വിഷയത്തിൽ, അസൂയ വലിയ അപകടകരമായ കാര്യമാണ്. ഈ യാക്കൂബ് നബി തന്നെ തൻ്റെ 11 മക്കളിൽപ്പെട്ട യൂസുഫ് നബി അല്ലാത്ത മക്കളോട് അദ്ദേഹം സ്വപ്നം കണ്ട കാര്യം പറഞ്ഞപ്പോൾ, ലാ തഖുസ്സു റുയാക അലാ ഇഖ്വതിക, മനെ നിന്റെ സ്വപ്നം സഹോദരങ്ങൾക്ക് വിവരിച്ചു കൊടുക്കരുതേ. എന്താണ് യാക്കൂബ് നബി അവിടെ ഭയപ്പെട്ടത്? ഈ പറയുന്ന മറ്റുള്ള സഹോദരന്മാർ ഇത് അറിഞ്ഞു എന്നുണ്ടെങ്കിൽ യൂസുഫ് നബിയോട് അസൂയ വെക്കും. വാപ്പിയും ഉമ്മിയും ഞങ്ങൾ 8-10 സഹോദരന്മാർ മുതിർന്നവരൊക്കെ യൂസുഫ് ഒരു വലിയ ആളാകുക, ഓന് കാര്യപ്പെട്ട ആളായിട്ട് അവന് സുജൂദ് ചെയ്യുക, അവൻ്റെ മുന്നിൽ തലകുനിക്കുക, അവൻ ഉന്നതനാകുക, അവർക്കത് താങ്ങാൻ കഴിയൂല. പ്രവാചകന്റെ മക്കളാണ്, ബഹുമാന ആദരണീയരായ ആളുകളായിരുന്നു, ചില്ലറക്കാരല്ല, അവർ മോശക്കാരൊന്നല്ലായിരുന്നു യൂസുഫിൻ്റെ സഹോദരന്മാർ. അപ്പോൾ ഈ അസൂയ സ്വന്തം സഹോദരന്മാരിൽ നിന്ന് ഈ പറയുന്ന യൂസുഫിന് പിടിപെടുമെന്ന് പേടിച്ച് ഈ പറയുന്ന സ്വപ്നം അവരോടൊരിക്കലും നീ വിവരിക്കരുതേ എന്ന് പറഞ്ഞു. മഹാനായ പിതാവ് ഭയപ്പെട്ടതുപോലെ കാര്യം നടക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം കാര്യങ്ങൾ നടന്നു. വർഷങ്ങളോളം കണ്ണീരിനും കയ്യിലും ആ കുടുംബം കഴിച്ചുകൂട്ടേണ്ടി വന്നു. ദുരിതങ്ങൾ ധാരാളം അവർ അനുഭവപ്പെടുകയും ചെയ്തു. ഇമാം അസ്മഈ റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറയുന്ന കണ്ണീറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ ചെറിയ 1-2 കാര്യങ്ങൾ കൂടി ഉണർത്തി. അള്ളാഹുവിലേക്കും പരിശുദ്ധമായ ഖുർആനിലേക്കും അദ്കാറിലേക്കും മുന്നിടാൻ വേണ്ടി ഞാൻ ഉണർത്തിക്കൊണ്ട് അതിനുള്ള കാര്യങ്ങൾ അറിയാത്തവരാണെങ്കിൽ ചോദിച്ച് അറിഞ്ഞ് പഠിച്ച് പരിഹാരങ്ങൾ ഉണ്ടാക്കി പോകുന്നതാണ് നമുക്ക് എപ്പോഴും
പരിഹാരമായ മാർഗങ്ങൾ അല്ലാതെ പറ്റുന്ന അസുഖങ്ങൾക്ക് മുഴുവനും പിടിപെടുന്ന രോഗങ്ങൾക്ക് മുഴുവനും ഈ പറയുന്ന മരുന്നുകളുടെയും മറ്റും പിന്നിൽ ഓടലല്ല. കൃത്യമായ പരിഹാരങ്ങൾ ചെയ്താൽ നാം വലിയതാണ് എന്ന് വിചാരിക്കുന്ന, ഒരിക്കലും ശമനമില്ല എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് നമുക്ക് വ്യക്തമായ പരിഹാരങ്ങളും ശമനങ്ങളും അതിനുണ്ടാകും. അത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അസ്മാഇ റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറയുന്നൊരു സംഭവം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു മനുഷ്യൻ, ഒരാൾ 2-3 പശുക്കളെ കെട്ടിയിട്ട് ഒരാൾ അദ്ദേഹത്തിൻ്റെ പശുവിനെ കറക്കുന്ന ആ സമയത്ത് അത് കണ്ടുവന്ന്. പശുവിനെ കറക്കുന്ന സമയത്ത് പാല് പാത്രത്തിലേക്ക് ഇങ്ങനെ കറന്ന് കുറച്ച് പതിങ്കാരിയായി കഴിഞ്ഞാൽ പിന്നെ ഒരു ശബ്ദം അതിൽ നിന്ന് ഇങ്ങനെ വരും. അത് പാല് കറക്കുന്നത് കണ്ട ആളുകളുണ്ടെങ്കിൽ അവർക്കറിയാം ഒരു ശബ്ദം. അപ്പോൾ ഈ കണ്ണീർ ശക്തമായിട്ടുള്ള ഈ വ്യക്തി ചോദിച്ചു, ഏത് പശുവിനെയാണ് ഇപ്പം നിങ്ങളാ കറന്നത്? അപ്പോൾ ആളുകൾക്ക് പേടി, ഈ വ്യക്തിയോട് പറഞ്ഞാൽ പ്രശ്നമാകുമെന്ന് വിചാരിച്ച് കറക്കുന്നതല്ലാത്ത മറ്റേ പശുവിനെ ആ പശുവിനെയാണ് കറന്നത് എന്ന്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഒയൂന് പിടിപെട്ട് 2 പശുക്കൾ ആ സ്പോട്ടിൽ ചത്തുപോയി. അപ്പം ഈ മനുഷ്യനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒറ്റക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, എനിക്ക് പുതുമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടാൽ എൻ്റെ കണ്ണിൽ നിന്നൊരു ചൂട് പുറത്തേക്ക് ഇങ്ങോട്ട് വരുന്നത് എനിക്ക് അനുഭവപ്പെടലുണ്ട്. ഒരു ചൂട് എൻ്റെ കണ്ണിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എനിക്ക് അനുഭവപ്പെടലുണ്ട്. ഇങ്ങനത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പല പണ്ഡിതന്മാരും ഒയൂനുമായി പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഖുറാഫാത്തല്ല, ഇതൊന്നും സത്യങ്ങളാണ്. ഹദീസിൻ്റെ വെളിച്ചത്തിൽ അഹ്ലുസുന്നത്തെ പണ്ഡിതന്മാർ അംഗീകരിച്ചതാണ്. അപ്പോൾ അതിനുള്ള പരിഹാരം, ഏറ്റവും നല്ല പരിഹാരം ഈ പറയുന്ന റുഖ്യ ശർഈയാണ്. അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അള്ളാഹുവിലേക്ക് മനസ്സ് മുന്നിടലാണ്, അവനെ പ്രതീക്ഷിക്കലാണ്, ഇബാദത്താണ്, അള്ളാഹുവിലേക്ക് ദുആ ചെയ്യലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കണം. കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക്, കുട്ടികൾക്ക്, മറ്റുള്ള ആളുകൾക്ക് സഹായകരമായ നിലക്ക് നമ്മളാൽ കഴിയുന്ന നിലക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ അകപ്പെട്ട ദുരിതങ്ങൾ, ശാരീരികവും മാനസികമായി അകപ്പെട്ട പ്രയാസങ്ങൾക്ക് പരിഹാരം ചെയ്യുന്ന, പരസ്പരം സാഹോദര്യത്തിൻ്റെ പേരിൽ കാര്യങ്ങൾ ചെയ്യുന്നവരായി മുന്നോട്ട് പോകണം. അതല്ലാതെ പിടിപെടുന്ന ദുരിതങ്ങൾ മുഴുവനും എത്രയും പെട്ടെന്ന് അതിനെ ഈ പറയുന്ന ഡോക്ടറെ കാണിക്കലും മരുന്നുകൾ വാങ്ങലും അത് കഴിക്കലും അല്ല. യഥാർത്ഥ പരിഹാരം ഇതല്ല. ഫദാവു ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ ചികിത്സ നടത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് ഏത് അസുഖങ്ങൾ ഇറക്കിയിട്ടുണ്ടെങ്കിലും അതിന് പരിഹാരങ്ങളും ഇറക്കിയിട്ടുണ്ട്. അലിമഹു മൻ അലിമഹു ജഹിലഹു മൻ ജഹില. അതറിയുന്ന ആളുകൾക്ക് അറിയും. അറിയാത്ത കാര്യങ്ങൾ ദീനിലും ദുനിയാവിലും അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുമാറാവട്ടെ. അത് കൃത്യമായി പഠിക്കാനും അള്ളാഹുവിലേക്ക് സദാസമയവും മനസ്സ് മുന്നിടാനും അള്ളാഹുവിനെ നമുക്ക് എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാർഗമായി അവലംബിക്കാനുള്ള തൗഫീഖ് അവൻ നമുക്ക് നൽകുമാറാവട്ടെ. ഹാദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദ്. ചെറിയ എന്തെങ്കിലും 1-2 സംശയങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നൽകുമാറാവട്ടെ. ഹാദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലിഹി വസല്ലം.